ആദ്യം ബോധ്യപ്പെടേണ്ടത് പുതിയ തലമുറയുടേതാണ് കാലം, അവരുടേതാണ് ലോകം. അവർക്ക് ജീവിക്കാനുള്ള സാക്ഷരത അവരുടെ വശമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഓടിക്കതച്ച് പുതിയ കാലത്ത് ജീവിക്കാനുള്ള സാക്ഷരത നേടിയിട്ടുണ്ടാവില്ല. അതാണ് ഈ നവകാല ജീവിത സാക്ഷരത, ലൈഫ് ലിറ്ററസി എന്നൊരു പ്രയോഗമുണ്ട്. അത് നേടുക എന്നത് തീർച്ചയായിട്ടും ഈ അടുത്തൂൺ പറ്റിയവരുടെ പണിയാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ പഠിപ്പ് തീർന്നു എന്നാ. അല്ല, മരണം വരെ പഠിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ പുതിയ കാലത്ത് ജീവിക്കാൻ നമ്മൾ കെൽപ്പ് നേടാതെ പോകും. അതൊരു അപകടമാണ്. അതേ സമയത്ത് നമ്മൾ പുതിയ തലമുറയ്ക്ക് കൊടുക്കേണ്ടത് എന്താണ്? അവർക്കില്ലാത്ത, ഒരു കാലത്തും അവർക്ക് നേടാനാവാത്ത, അവർക്കൊരു പക്ഷേ വലിയ സാങ്കേതിക വിദ്യയൊക്കെ നമ്മുടെ കയ്യിനേക്കാൾ നന്നായിട്ടുണ്ടാവും. ഒരു കാര്യം ആലോചിച്ച് നോക്കും, നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ കേടാവുമ്പോൾ ആരെ വിളിക്കുക? അമ്മേന്ന് വിളിക്കോ? മുത്തശ്ശീന്ന് വിളിക്കോ? ഇല്ല, വിളിച്ചിട്ടൊരു കാര്യമില്ല. ഉള്ളതാരെയാണ്? ഞാൻ എൻ്റെ ഏറ്റവും ചെറിയ മോളെ വിളിക്കുന്നത്. അവള് പരിഹാരം ഉണ്ടാക്കും. അപ്പൊ സാങ്കേതിക വിദ്യക്ക് പരിഹാരം കാണാൻ പുതിയ തലമുറ മതി. പക്ഷെ അവരൊരു ജന്മം മുഴുവൻ ജീവിച്ചാലും ഇല്ലാത്ത ഒരു സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട്. അനുഭവം എന്ന മഹാലോകമാണത്. അനുഭവത്തിന്റെ മഹാലോകം അങ്ങോട്ട് കൊടുക്കുകയും അറിവിന്റെ മഹാലോകം തിരിച്ചു സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വിനിമയമാണ് യഥാർത്ഥത്തിൽ അടുത്തൂൺ പറ്റിയവരുടെ പണി. എങ്കിലേ നമുക്ക് അടുത്ത തലമുറയുടെ തൂണായി തീരാൻ പറ്റുള്ളൂ. സനാതന മൂല്യം എന്നൊക്കെ പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം അതാണ്. നമുക്ക് മുത്തച്ഛനിൽ നിന്ന് കിട്ടിയത്, മുത്തശ്ശിയിൽ നിന്ന് കിട്ടിയത്, അത് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, ഭദ്രമായിട്ടുണ്ടാകണം, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നമ്മൾ തെളിയിച്ചിരിക്കണം. മുത്തശ്ശിയിൽ നിന്ന് കിട്ടിയ മൂല്യം സനാതനമായിരുന്നു. സനാതനമായിരുന്നു പറഞ്ഞാൽ എന്താ? എന്റെ തലമുറയോട് കൂടി അവസാനിക്കാൻ പാടില്ല. അത് എത്ര തലമുറകൾക്ക് കൈമാറിയാലും അതിന് മൂല്യമുണ്ട് എന്ന് തെളിയിക്കാനാണ്. അതാണ് നമ്മുടെ ഒരു കരുത്ത്. അത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ടി പി രാജീവന്റെ ഒരു വിഖ്യാതമായ കവിതയുണ്ട്. ടി പി രാജീവൻ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത്രയേറെ ഇരയായ ഒരു മനുഷ്യൻ വേറെ ഉണ്ടായിട്ടില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവും. അദ്ദേഹം PR ആയിരുന്നല്ലോ. ടി പി രാജീവൻ, പാലേരി മാണിക്യം, കോട്ടൂര് പോലുള്ള നോവലുകൾ മാത്രമല്ല, ടി പി രാജീവന്റെ കവിതകളാണ്. ഒരേ സമയം വലത് കൈ കൊണ്ട് മലയാളത്തിൽ എഴുതുന്ന അതേ കവിതകൾ ഇടത് കൈ കൊണ്ട് ഇംഗ്ലീഷ് എഴുതും. അദ്ദേഹം മരിച്ചപ്പോ പ്രണയ ദശകം എന്ന പേരിൽ മാതൃഭൂമി ഒരു കവിതാ സമാഹാരം ഇറക്കിയിട്ടുണ്ട്. ഒരേ കവിത ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ട് ഒരേ പേജിൽ തന്നെ പ്രസിദ്ധീകരിച്ച അത്ഭുത പ്രതിഭയാണ് ടി പി രാജീവൻ. ടി പി രാജീവന്റെ ഒരു കവിതയില്ല. കവിത ഇങ്ങനെയാണ്: ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹിതരായ ആദ്യ നാളുകളിൽ പരസ്പരം സല്ലപിക്കുന്ന, അത് ഏറ്റവും സുന്ദരമായ നാളുകളാണ്. അത് അധികകാലം നിൽക്കില്ല. അതിന്റെ ഒരു പൊതുവെയുള്ള ഒരു പ്രത്യേകത അതാണ്. ആ സുന്ദരമായ നാളുകളിൽ പരസ്പരം സല്ലപിക്കുമ്പോൾ ഒരു രാത്രി അവന്റെ തറവാടിത്തത്തിന്റെ, അവന്റെ ശേഷിയുടെ, സംസ്കാരത്തിന്റെ ഒക്കെ മഹത്വം പറഞ്ഞു. നിനക്കറിയാമോ, എനിക്കൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ മുത്തശ്ശി മരിച്ചുപോയ അനേകം തലമുറകളോട് സംസാരിക്കുമായിരുന്നു മുത്തശ്ശി. ഇതൊരു ബലമാണ് അവന്റെ. അതേ സമയത്ത് അവള് പുതിയ തലമുറയാണ്, അടുത്തൂണല്ല, അടുത്ത തലമുറയാണ്. അവൾ പറഞ്ഞ ഉത്തരം വളരെ സിമ്പിളാണ്: അല്ലേട്ടാ, പിറക്കാനിരിക്കുന്ന അനന്തകോടി മക്കളോട് സംസാരിക്കുന്ന ഒരു പേരക്കുട്ടി ഉണ്ടാവില്ലേ നമുക്ക്? എത്ര വ്യത്യാസം ആലോചിച്ചു. എന്റെ ശക്തി എന്താണ്? എന്റെ അടുത്തൂണിന്റെ ശക്തി എന്ന് പറയുന്നത്, എനിക്കൊരു മുത്തശ്ശി ഉണ്ട്. ഞാൻ ആ മുത്തശ്ശിയെ കുറിച്ചാണ് ഓർക്കുന്നത്. ആ മുത്തശ്ശി ആരോടാണ് സംസാരിച്ചത്? മുത്തശ്ശിക്ക് മുമ്പേ മരിച്ചുപോയ മുത്തശ്ശിമാരോട് സംസാരിച്ചിരുന്ന, പ്രേതങ്ങളോട് സംസാരിക്കുന്ന അപാരമായ കരുത്തുണ്ടായിരുന്ന ഒരാളാണ് എന്റെ മുത്തശ്ശി. അതാണ് എന്റെ ബലം. സനാതനമായ ഒരു മൂല്യമാണ്, കരുത്താണ്. എന്നാൽ പുതിയ ബലം നമുക്ക് ആവശ്യമില്ലേ? പുതിയ ബലം എന്താണ്? പിറക്കാനിരിക്കുന്ന തലമുറയോട് സംസാരിക്കുന്ന ഒരു പേരക്കുട്ടി, മുത്തശ്ശിയല്ല. എനിക്ക് ഈ അടുത്തൂൺ എന്ന വാക്കിനെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോഴൊക്കെ തലമുറകളുടെ ഈ വിവരവിനിമയം, സംസ്കാര വിനിമയം. അതുകൊണ്ട് അടുത്തൂൺ പറ്റിയവരുടെ സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഈ വാക്ക് ഓർക്കാറുണ്ട്, ഈ കഥ ഓർക്കാറുണ്ട്. ടി പി രാജീവന്റെ നമുക്ക് സങ്കടം പറഞ്ഞാൽ ഇല്ലാത്തത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് കാലബോധം കുറയുന്നുണ്ട്, വല്ലാതെ കാലബോധം കുറയുന്നുണ്ട്. നമുക്ക് എല്ലാ കാലവും ഒരുപോലെയാണ്. പലപ്പോഴും അങ്ങനെയാണ്. ഏതാ ദിവസം പോലും ചിലപ്പോൾ ഞാൻ മറന്നു പോകാറുണ്ട്. കാലം മറന്നു പോകുന്നു, ദിവസങ്ങൾ മറന്നു പോകുന്നു, കലണ്ടറുകൾ മറന്നു പോകുന്നു. അങ്ങനെ മറക്കുന്ന മട്ടിൽ നമ്മുടെ ലോകവും മാറുന്നു. എന്താ കാരണം? പഞ്ചാംഗ കണക്കുകളൊക്കെ തെറ്റിയല്ലേ? അല്ലേ? കാലാവസ്ഥ ലോകത്തിന്റെ ഒരു വലിയ കൗതുകമായി തീരുകയല്ലേ? വലിയ ഉത്കണ്ഠയായി തീരുകയല്ലേ? എവിടെ ഇടവപ്പാതി? എവിടെ തിരുവാതിര ഞാറ്റുവേല? എവിടെ തുലാവർഷം? എന്ന് തണുപ്പ് വീഴുന്ന ആർക്ക് പറയാൻ പറ്റും? എന്ന് മഞ്ഞ് വീഴുന്ന ആർക്ക് പറയാൻ പറ്റും? എന്ന് മഴ പെയ്യുന്ന ആർക്ക് പറയാൻ പറ്റും? ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്, നോർത്ത് ഇന്ത്യയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്, ഞാൻ ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് നോർത്ത് ഇന്ത്യയിലുണ്ട്. നോർത്ത് ഇന്ത്യയിലെ പ്രശ്നം എന്താണെന്നറിയോ? നോർത്ത് ഇന്ത്യയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് മഴ പെയ്യുമ്പോഴല്ല, മഞ്ഞുരുകുമ്പോഴാണ്. ഹിമാലയത്തിലെ മഞ്ഞുരുക്കി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു.
ഏറ്റവും ഒടുവിൽ ടെക്സാസിൽ, അമേരിക്കയിലെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നൊരു പഠനമുണ്ട്. മനോഹരമായ പഠനമാണ്. ടെക്സാസിന് രണ്ട് പ്രത്യേകത ഉണ്ട് കേട്ടോ. മലയാള ഭാഷയുടെ ആയുസിന്റെ ജാതകം കുറിച്ച് ടെക്സാസിൽ നിന്നാണ്. നമുക്കിപ്പോൾ ഈ അമേരിക്ക എന്ന് കേട്ടാൽ നമുക്ക് ഈ ഗൂഗിളും വാട്സപ്പും മൈക്രോസോഫ്റ്റും ഒക്കെ അറിയുള്ളൂ. ടെക്സാസ് യൂണിവേഴ്സിറ്റിയാണ് ഒരു പഠനം നടത്തിയത് ലോകത്തിലെ ഭാഷകളുടെ ആയുസിനെ കുറിച്ച്. ഞാൻ ആ പട്ടികയിൽ മലയാളത്തിൽ എത്ര ആയുസുണ്ടെന്ന് നോക്കി. അവ പറയുന്നുണ്ട്, ഒരു 100 കൊല്ലമാണ് മലയാളത്തിന് പരമാവധി ആയുസ്. ആദ്യം നിങ്ങളുടെ ലിപി നിലയ്ക്കും, അത് കഴിഞ്ഞ് നിങ്ങളുടെ ശബ്ദം നിലയ്ക്കുന്നതാണ്. ആ തിസീസ് വന്ന കാലത്ത് പി എൻ ഗോപികൃഷ്ണൻ, എൻ്റെ സുഹൃത്തായ മലയാളത്തിലെ പ്രിയപ്പെട്ട കവി പി എൻ ഗോപികൃഷ്ണൻ ഒരു കവിത എഴുതി. പാതിരാത്രിയിൽ എന്നെ വിളിച്ചുണർത്തി. ഈ കവികൾക്ക് അങ്ങനെ സുഖമെടുത്ത് ചിലപ്പോൾ അടി കൊടുക്കാൻ തോന്നും. എന്താ കവിത? ഞാനൊരു കവിത എഴുതി, ചൊല്ലട്ടെ. കവിത ഇങ്ങനെയാണ്: നമ്പർ ഡയൽ ചെയ്ത് റിംഗ് ടോണിന് കാത്തിരിക്കുമ്പോൾ മറുപടി കിട്ടി, ഈ ഭാഷ ഇപ്പോൾ നിലവിലില്ല. ഇതാണ് കവിത. ഞാൻ പറയുന്നത്, അന്ന് ഞാൻ വിചാരിച്ചത് കവിയുടെ എന്ത് പ്രാന്താണ് എന്ന് പറയുണ്ടായി. പക്ഷെ അത് യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. മലയാളത്തിന്റെ ലിപി ഇനി എത്ര പേർക്ക് വേണമെന്നൊരു ചോദ്യമുണ്ട്. അക്ഷരം നമ്മൾ മറന്നുപോയ സമയത്താണ് കഴിഞ്ഞ വലിയ കോലാഹലം ഉണ്ടാക്കിയിട്ട് വീണ്ടും അക്ഷരം പഠിപ്പിക്കാൻ ഞങ്ങളത് തീരുമാനിച്ചത്. അക്ഷരം പഠിപ്പിക്കാൻ പോകുമ്പോഴാണ് അതിനേക്കാൾ വലിയ പ്രശ്നം. പാഠപുസ്തക കമ്മിറ്റി, അക്കാഡമിക് കമ്മിറ്റിയുടെ മീറ്റിംഗിൽ ഞാൻ അനുഭവിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, പണ്ട് നമ്മൾ ഓർമ്മയില്ല, നമ്മൾ ഈ തറാവൊക്കെയാണല്ലോ ചെയ്തത്. അപ്പോൾ അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്കാണ് പോവുക. അപ്പോൾ ഒരു മുറിയുടെ പുറത്ത് അറാന്ന് എഴുതി വെക്കാം. വീടിന്റെ തറയിട്ടടുത്ത് തറാന്ന് എഴുതി ചിത്രം കാണിച്ചു കൊടുത്തിട്ട് കുട്ടികളെ പഠിപ്പിക്കണം. അപ്പോൾ 1ാം ക്ലാസ്സിന്റെ പാഠപുസ്തകം തയ്യാറാക്കുന്നവരെ അക്ഷരമാല പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു വലിയ ആശങ്ക നിറഞ്ഞ ചോദ്യം എന്താണെന്നറിയോ? പക്ഷെ പറക്ക് പകരം എന്ത് വെക്കുന്ന എന്താ കാര്യം അറിയോ? പറ കുട്ടികൾക്ക് അറിഞ്ഞൂടാ. കുട്ടികൾക്ക് അറിയാത്ത പറ എങ്ങനെ പഠിപ്പിക്കും? അപ്പോ ഇതൊരു വലിയ പ്രതിസന്ധി. ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അക്ഷരമാല ഉൾപ്പെടെ എല്ലാം നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ ഒരു പ്രശ്നമുണ്ട് നമുക്ക്. നമ്മൾ കാലം മറന്നു പോകുന്നതിന്റെ ഒരു പ്രതിസന്ധിയാണ് ഞാൻ പറഞ്ഞത്. എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മറപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മറവിയിലേക്ക് നയിക്കുന്ന ഒരു പുതിയ ലോകവും ലോക സാഹചര്യമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ സമയത്ത് ഞാൻ കൂട്ടത്തിൽ ഓർക്കുന്ന ഒരു കാര്യമാണ്, ഇത് കുട്ടികൾക്ക് നമ്മളെല്ലാം പരിചയമുണ്ടെന്ന് വിചാരിക്കുകയാണ്. മലയാളത്തിൽ ഓരോ ദിവസവും ഒരു വാക്കെങ്കിലും മരിച്ചു പോകുന്നുണ്ട്. എത്ര പേര് അത് അറിയുന്നറിയോ? പക്ഷെ ഒരു സന്തോഷം എന്താണെന്നറിയോ? നമുക്കറിയാത്ത, നമ്മുടെ നിഘണ്ടുവിലില്ലാത്ത പുതിയ വാക്കുകൾ പിറക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭാഷ സംസ്കാരത്തിന്റെ അടയാളമാണ്, അത് ചൈതന്യമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മലയാളം മരിക്കുമോ? അതാണ് മലയാളത്തിന്റെ ലിപി മരിക്കും, മലയാളത്തിന്റെ ശബ്ദം നിലച്ചേക്കുന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമുക്കുള്ള പ്രതീക്ഷ എന്താണ്? മലയാളത്തിലെ വാക്കുകൾ മരിക്കുന്നുണ്ട്, പക്ഷെ പുതിയ വാക്കുകൾ പിറക്കുന്നത് നമ്മൾ അറിയുന്നില്ല എന്നാണ് പ്രശ്നം. അന്ന് ആലോചിച്ച് നോക്കും. ഞാൻ പാണ്ടിക്കാട്ട് പോയി ഇന്ന് NGO ഈ പെൻഷനേഴ്സ് സംഘിന്റെ യോഗത്തിൽ സംസാരിച്ചു എന്ന് പറഞ്ഞാല് തിരിച്ചു ചെല്ലുമ്പോൾ എന്റെ മോള് ചോദിക്കുന്നത്, ഈ തള്ളൊന്നും നിർത്തുമെന്നാ. തള്ളു പണ്ട് എന്റെ ഡിക്ഷണറിയിലല്ലേ, നമ്മുടെ നിഘണ്ടുവിൽ തള്ളു എന്ന് പറഞ്ഞാൽ എന്റെ വണ്ടി ഓഫ് ആകുമ്പോൾ തള്ളുന്നതിനും ഒക്കെയാണ്. മോളോട് ഞാൻ ഇന്നലെ ചോദിച്ചു, എന്റെ കൂട്ടുകാരി, പഴയ കൂട്ടുകാരെ ഇപ്പൊ കാണുന്നില്ലല്ലോ, എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അവനെ ഞാൻ തേച്ചു. വളരെ സിമ്പിളാണ് അവർക്ക് തേപ്പ് എന്ന് പറഞ്ഞാൽ, എന്റെ കുപ്പായം തേക്കുന്നതിനെ ഞാൻ തേപ്പ് എന്ന് പറയാം. വീട് പണിയുടെ കാലത്ത് ചുമര് തേക്കുന്നതിനാണ് തേപ്പ് എന്ന് പറയും. കുട്ടികളുടെ തേപ്പ് വേറെയാണ്. അപ്പൊ ഇതൊക്കെയാണ് കാലം. അപ്പൊ പുതിയ വാക്കുകൾ പിറക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കൗതുകം നിറഞ്ഞ കാര്യം. അതുകൊണ്ടാണ് ഭാഷ സംസ്കാരം എന്നൊക്കെ പറയുന്നതിനെ കുറെ ആളുകളുടെ തിസീസ് വെച്ച്, ടെക്സാസിന്റെ തിസീസ് വെച്ച് മലയാളത്തെ അങ്ങോട്ട് തകർത്ത് കളയാമെന്ന് വിചാരിച്ചാലോ നമ്മുടെ കുട്ടികൾ പുനർനിർമ്മിക്കും. അല്ലാതെ പറ്റില്ല. ഇത് നമ്മുടെ സിരകളിലുള്ള ഒരു സാധനം, സംസ്കാരത്തിന്റെ സിരകളിൽ ഓടുന്ന ചുടുരക്തത്തിന്റെ പേരാണ് ഭാഷ എന്നൊക്കെ പറയുന്നത്. അതില്ലാതാക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇതിന്റെ ഓർമ്മ, ഇതിന്റെ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. മാറുന്ന കാലത്തിന്റെ വലിയ മാറ്റം. ഞാൻ ടെക്സാസിനെ കുറിച്ച് പറഞ്ഞു വന്ന് മറ്റൊന്ന് പറയാനാണ്. അദ്ദേഹം ആ തിസീസ് അവതരിപ്പിച്ച മനുഷ്യന്റെ പേര് ഡോക്ടർ റോഡ്നി മോഗ് എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ലിംഗ്വിസ്റ്റിക്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം. മോക്ക് തിസീസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. മോക്ക് തിസീസിലാണ് ഇത് പറയുന്നത്, മലയാളം മരിക്കും എന്ന് പറഞ്ഞത്. പക്ഷേ ടെക്സാസിൽ നിന്ന് വന്ന പുതിയ തിസീസ് എന്താണെന്നറിയാം, അതാണ് ഞാൻ പറയാൻ വന്നത്. അതിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, ഈ ലോകത്തിൽ സമുദ്രത്തിന്റെ മകളായി പിറവിയെടുത്ത ഒരു കൊച്ചു പ്രദേശമുണ്ട്. അതിന്റെ പേര് കേരളം എന്നാണ്. അങ്ങനെയാണല്ലോ, നമ്മൾ സമുദ്രം തന്ന ദാനമാണല്ലോ നമുക്ക് കേരളം. പക്ഷെ ആ നാടിനെ കാത്തിരിക്കുന്നത് ഒരു മഹാദുരന്തമാണ്.
എന്താ ദുരന്തം എന്നറിയോ? കടലമ്മ തന്നെ അവരെ തിരിച്ചു വിഴുങ്ങുന്നതാണ്. അടുത്ത നവംബർ 1 അവർ കറക്കം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: 2030 നവംബർ 1 മുമ്പ് കേരളത്തിന്റെ 4 ജില്ലകളെ കടലമ്മ തിരിച്ചെടുക്കും. ജില്ലകളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരെയും പേടിപ്പിക്കുന്നില്ല. എന്ന് പറഞ്ഞാല് പരശുരാമൻ മഴ പറഞ്ഞിട്ടായാലും അല്ലെങ്കിലും കടലമ്മ തന്ന കേരളത്തെ കടലമ്മ തന്നെ തിരിച്ചെടുക്കുന്ന കാലമാണെന്ന് ഞാൻ പറയുന്നത്. പുതിയ കാലത്തെ കുറിച്ചുള്ള ബോധ്യം അടുത്തൂൺ പറ്റിയവർക്ക് വേണം എന്ന് പറയാനാണ്. ഒപ്പം പുതിയ തലമുറയുടെ കയ്യിൽ നമുക്കില്ലാത്ത സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് അവർ പുതിയ വാക്കുകൾ നിർമ്മിച്ച് നമ്മുടെ മരിച്ചു പോകുന്ന ഭാഷയെ നിലനിർത്തുന്നത്. ഒന്ന്, അവർ ചില്ലറക്കാരല്ല കേട്ടോ. പുതിയ തലമുറ വായിക്കുന്നില്ല. ഞാൻ ഈ ഗ്രന്ഥശാല സംഘക്കാരൊക്കെ പറയുമ്പോൾ എനിക്ക് അടി കൊടുക്കാൻ തോന്നും. പുതിയ തലമുറ വായിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ കയ്യിൽ ഡാറ്റ? എന്ത് വെച്ചിട്ടാണ് പുതിയ തലമുറ, എന്റെ മക്കളും നിങ്ങളുടെ മക്കളും വായിക്കുന്നില്ല എന്ന് എങ്ങനെ പറയുന്നു? അപ്പോൾ അവർ പറഞ്ഞു, മാഷെ പുതിയ തലമുറയിൽപ്പെട്ട പുതിയ ജനറേഷൻ ആരും ഈ ലൈബ്രറിയിലേക്കൊന്നും വരുന്നില്ല. ഞാൻ പറഞ്ഞു, വരാൻ പാടില്ല. ഒരുത്തരം 2-2.5-3 കിലോമീറ്റർ ഒക്കെ അറിയാം. അപ്പോ ഞാൻ നെടിവിപ്പിൽ നിന്ന് മുസിയാരങ്ങാടി വരെ കൊണ്ടോട്ടി പബ്ലിക് ലൈബ്രറിയിലേക്ക് നടന്നു പോയിട്ടാണ് പലപ്പോഴും പൊടി പിടിച്ച് കിടക്കുന്ന ലൈബ്രറിയിലെ പുസ്തകം എടുത്തിരുന്നത്. ഈ കുട്ടികൾക്ക് എന്തിനു പോകണം? നമ്മുടെ മക്കൾ എന്തിനു പോകണം? അവരുടെ കയ്യിലുള്ള ഒരു ഉപകരണത്തിൽ, ഒരു ഡിവൈസിൽ ലോകത്തിലെ ഏത് ഭാഷയിലെയും ഏത് പുസ്തകവും ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ എന്തിനു പോകണം? അവനെ ഞാൻ ലൈബ്രറി കണ്ടുപോയാൽ ഓടിക്കണം. ഇതല്ലേ വ്യത്യാസം. ഈ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. കുട്ടികൾക്കെതിരെ കുറ്റപത്രം, കുട്ടികൾ വായിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ പ്രായത്തിൽ ഞാൻ വായിച്ചിരുന്ന പുസ്തകങ്ങളെക്കാൾ എത്രയോ എൻ്റെ മക്കൾ ഇതിനകം വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ മക്കൾ എന്നല്ല ഞാൻ പറഞ്ഞു, എല്ലാവരുടെ മക്കളും, നമ്മുടെ മക്കളൊക്കെ തന്നെ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ട ഒരാൾ മലയാളത്തിന്റെ വലിയൊരു കാരണവരൊക്കെ ഒരു യാത്രയിൽ പറഞ്ഞു, മലയാളം മരിച്ചു. കേട്ടില്ലേ അത്തരം വലിയ സാംസ്കാരിക നായകന്മാരുടെ പ്രഭാഷണം? ഞാൻ എനിക്ക് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല സാർ, എന്താ ഈ മലയാളം മരിച്ചു എന്നൊക്കെ നിങ്ങൾ അങ്ങനെ അന്ധമായിട്ട് പറയാൻ എന്താ കാരണം? മാഷക്ക് അറിയണം, കാരണം എന്റെ പുസ്തകം നേരിട്ട് പോകുന്നില്ല. മൂപ്പരുടെ പുസ്തകം വിറ്റ് പോകാത്തതിന് ഈ പാവം മലയാളം എന്ന നമ്മുടെ അമ്മ എന്ത് പിഴച്ചു? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അതുകൊണ്ട് മലയാളം കുട്ടികൾ വായിക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ വേറെ പരിശോധിക്കണം. ഞാനത് വിശദമായ ഡീറ്റെയിൽ സംസാരിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ മലയാളം വായിക്കാത്തത്? ഒരുപാട് മലയാളം പുസ്തകങ്ങൾ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ മലയാളം പുസ്തകം എടുത്ത് വായിക്കുന്നില്ല. ഞാൻ ഒരു ദിവസം യാദൃച്ഛികമായിട്ട് എൻ്റെ മോൻ്റെ മുറി കയറിയപ്പോൾ അവൻ്റെ കയ്യിൽ ചേതൻ ഭഗത്തിന്റെ സെറ്റ് ഉണ്ട്, രവീന്ദർ സിംഗിന്റെ സെറ്റ് ഉണ്ട്. ടിങ്കിൾ ഖന്നയുടെ മുഴുവൻ സെറ്റും ഉണ്ട്. പിന്നെ ഞാൻ അത് പൊട്ടിച്ചുകൊണ്ട് പോയിട്ടാണ് ഞാനത് വായിക്കാൻ തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്, പുതിയ തലമുറയെ പഠിക്കുക എന്ന് പറയുന്നതാണ്. ഞാൻ അവനോട് ചോദിച്ചു, എന്താടാ വായിക്കാത്തത്? അവൻ പറയുന്ന കുറെ കാരണങ്ങളുണ്ട്. ആ കാരണം ന്യായമാണ്, കാത് കൊടുക്കണ്ടേ? അവൻ പറയുന്നത് ശരിയാണെങ്കിൽ കാത് കൊടുക്കണ്ടേ? അവൻ പറയുന്ന കാരണം ഇതാണ്. ഒരു കാരണം ഇതാണ്. ഒന്ന്, കൊച്ചിന്റെ മേശപ്പുറത്തുള്ള പുസ്തകത്തിന് ഏറ്റവും ചുരുങ്ങിയത് ഓരോന്നിനും 500, 600, 700 പേജ് ഉണ്ട്. കണ്ടാൽ പേടിയാവുന്ന. ശരിയാണ്. ഈ ബൃഹദാഖ്യാനങ്ങൾ നടത്തിയിട്ട് വലിയ വലിയ പുസ്തകങ്ങൾ എഴുതിയിട്ട് പുസ്തകം കുട്ടികളുടെ വീട് കുട്ടികൾ മരിച്ചു പോവുക. പുസ്തകം തൂക്കി നോക്കി അവാർഡ് കിട്ടും. അതിനുവേണ്ടി എഴുതുന്നത്. അതുകൊണ്ടാണല്ലോ, 2 കാരണം കൊണ്ടാണ് ഇപ്പോൾ അവാർഡ് കൊടുക്കുന്നത്. അവാർഡ് കൊടുക്കുന്നത് ഒന്ന് പുസ്തകം തൂക്കി നോക്കിയിട്ടാണ്, പിന്നെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ കത്ത് വേണം. 2 കാര്യങ്ങളാണ് അവാർഡിന്റെ മാനദണ്ഡം. അല്ലാതെ വായിച്ചു നോക്കിയിട്ടല്ല. ഞാൻ ഈ അടുത്ത കാലത്ത് അവാർഡ് കിട്ടിയ, ഒരു 10 കൊല്ലത്തിനിടെ അവാർഡ് കിട്ടിയ മുഖ്യമായ പുസ്തകങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് വേറെ ഒന്നും വായിച്ചതിന്റെ അവകാശം വെച്ച് ഞാൻ പറയാം. ചവറാണ് മഹാഭൂരിപക്ഷം. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി. അപ്പൊ അത് വേറെ. ഞാൻ അടുത്ത കാലത്ത് ഇപ്പൊ അവാർഡ് കൊടുത്ത പുസ്തകത്തിൽ ആ തമോമയിയുടെ അമ്മയുണ്ടല്ലോ, അച്ഛൻ, തപോമയിയുടെ അച്ഛൻ, സന്തോഷ് കുമാറിന്റെ പുസ്തകം. അത് റീഡബിൾ ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായ പുസ്തകമാണ്. ബാക്കി പല പുസ്തകങ്ങളോടും എനിക്ക് യോജിപ്പില്ല. മീശയുടെ വില കൂടും കൽപ്പിക്കാൻ മാത്രമില്ല സാധനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ല, ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് വായിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ വായന വലിപ്പമാണ്. അപ്പൊ നമ്മുടെ എഴുത്തുകാർക്ക് ഇപ്പോൾ ഒരു ധാരണ, തന്നേക്കാൾ ഉയരത്തിലുള്ള പുസ്തകം എഴുതിയാലേ നന്നാവുക. അങ്ങനെയാണോ? അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകം 21ാം നൂറ്റാണ്ടിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകത്തിന്റെ പേര് അൽക്കമിസ്റ്റ് എന്നാണ്. ഓരോ കോയിലയുടെ അൽക്കമിസ്റ്റ് ലോകത്തിലെ 75 ഭാഷകളിൽ 25 ചെയ്യപ്പെട്ട പുസ്തകം. ആ പുസ്തകത്തിന്റെ പേജ് എത്ര? 100 പേജ് തികയില്ല. വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാല സഖി എഴുതിയ കാലത്ത് 440 പേജ് ഉണ്ടായിരുന്നു അത്രേ. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, 40 രാവും പകലും ഞാൻ കുത്തി ഇരുന്നിട്ടാണ് അത് 111 പേജാക്കി. ഇപ്പൊ കുറച്ചേ ഉള്ളൂ. വായനക്കാരെ മുഷിപ്പിക്കേണ്ടതില്ല ഒരു കാര്യം പറയാൻ. 80 പേജ് എഴുതിയാൽ മതി നോബൽ സമ്മാനം കിട്ടാൻ. കിഴവനും കടലും എത്ര പേജുണ്ട്? അത്രയുള്ള ആവശ്യമുള്ളൂ. അപ്പോൾ വലിയ പുസ്തകങ്ങൾ എഴുതേണ്ടതില്ല. ഒന്ന്. വേറൊന്ന്, അവൻ ചോദിച്ച ചോദ്യം വളരെ പ്രധാനമാണ്. മോൻ ചോദിച്ച ചോദ്യം. അവൻ പറയുന്നത്, എന്റെ ജീവിതം ഇതിലെങ്ങാനുണ്ടോന്നാണ്. അപ്പൊ ഞാൻ ഒരിക്കലും ഉത്തരം കിട്ടില്ല. അവന്റെ ജീവിതമൊക്കെ എങ്ങനെ ഞാൻ പുസ്തകത്തിൽ കാണിച്ചു കൊടുത്തു. അപ്പൊ പറഞ്ഞു, എന്റെ ജീവിതമുള്ള ഒരു പുസ്തകം കൊണ്ടുപോകും. അപ്പൊ ഞാൻ നോക്കും, റവല്യൂഷൻ 2020, ചേതൻ ഭഗത്തിന്റെ പുസ്തകങ്ങളൊക്കെ പുതിയ തലമുറയുടെ ജീവിതമുണ്ട്. ആലോചിച്ച് നോക്കും. അപ്പൊ ഇങ്ങനെ പുതിയ തലമുറയുടെ ജീവിതം, അവരുടെ സങ്കടം,
ഞാനിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ റെവല്യൂഷൻ ഞാൻ പറഞ്ഞ പിന്നെ ചേതൻ ഭഗത്തിന്റെ മുഴുവൻ പുസ്തകം ഞാൻ വായിച്ചു. സിമ്പിളാണ്, സിമ്പിൾ ഇംഗ്ലീഷിൽ വായിക്കാനും പറ്റും. നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ എഴുതാനുള്ള ആത്മവിശ്വാസം കിട്ടും കുട്ടികൾക്ക്. ഭാഷ മൗലികവാദമൊന്നും ആവശ്യമില്ല, മനുഷ്യന് സംസ്കാരമേ ആവശ്യമുള്ളൂ, വിജ്ഞാനമേ ആവശ്യമുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ ബിൽ ഗേറ്റ്സ് എന്നൊരു മനുഷ്യനുണ്ടല്ലോ അല്ലേ, പുതിയ ലോകത്തെ പുതിയ നൂറ്റാണ്ടിനെ മാറ്റിമറിച്ച മഹാവിപ്ലവകാരുടെ പേരാണ് ബിൽ ഗേറ്റ്സ്. കമ്പ്യൂട്ടർ വന്ന കാലത്ത് നമ്മളൊക്കെ ബിൽ ഗേറ്റ്സിനെതിരായിരുന്നു. ഇപ്പൊ എല്ലാവരും ബിൽ ഗേറ്റ്സിന്റെ ആളുകളാണ്. ബിൽ ഗേറ്റ്സിന്റെ ജീവിതത്തെ കുറിച്ച് മലയാളത്തിൽ ഒരു ചെറുകഥ പോലും വന്നത് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ചേതൻ ഭഗത്ത് നോവൽ എഴുതി, ആളുകൾ അത് വായിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് പുതിയ കാലത്തെ ജീവിതം ഇവിടെയുണ്ട് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ, പ്രധാനപ്പെട്ട ചോദ്യം അത്. അപ്പൊ ഞാൻ പറഞ്ഞത് കാര്യം പുതിയ തലമുറയെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. കുട്ടികൾ വായിക്കുന്നില്ല, പുതിയ തലമുറക്ക് വിവരമില്ല എന്ന വേവലാതികളും കുറ്റപത്രമൊക്കെ ഒഴിവാക്കുക. കുട്ടികൾക്ക് വിവരമുണ്ടോ വെച്ചാൽ ഞാൻ കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റിവൽ ഞാൻ പിരിയുന്നതിന്റെ തൊട്ട് മുമ്പുള്ള യൂത്ത് ഫെസ്റ്റിവൽ ഏത് കൊല്ലം എനിക്ക് ഓർമ്മയില്ല, ആലപ്പുഴയിൽ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവിടെ സ്റ്റേജിൽ ഒരു പണിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ചെന്ന് നോക്കുമ്പോൾ എന്താ വെച്ചാൽ രാത്രിയിൽ ഈ കേരള നടനം എന്ന് പറഞ്ഞൊരു നൃത്തം ഉണ്ടല്ലോ, അതിന് മേക്കപ്പ് ഇട്ടിട്ട് രാത്രി 9 മണിക്ക് കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുക. വിളിക്കുന്ന എപ്പോഴാണ്? രാത്രി 1:30 മണിക്ക്. അതിന്റെ ഭയങ്കര കഷ്ടപ്പാടാണ് ഈ കാര്യം. ഇപ്പൊ യൂത്ത് ഫെസ്റ്റിവലൊക്കെ സ്ഥിരമായിട്ട് പോകുന്നത് നമുക്കൊക്കെ അറിയാം, മഹാദുരിതമാണ്. ഏതായാലും 1:30 മണിയാകുമ്പോൾ വിളിച്ചു നോക്കുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഒറ്റക്കാലിൽ തപസ് ചെയ്യാൻ നിൽക്കുകയാണ്. വിസിലിട്ടു, കർട്ടൻ പൊക്കി. കഷ്ടകാലത്തിൽ ഈ മൈക്ക് ഈ പാട്ട് വരുന്നില്ല. പെട്ടോ, പാട്ട് വരുന്നില്ല. എന്താ ചെയ്യാൻ? എല്ലാവരും ഉയർത്തു ഒരേ സമയത്ത്. എന്റെ കൂടെ എന്റെ കമ്പ്യൂട്ടറിന്റെ എക്സ്പേർട്ടൊക്കെ കൂടെ ഉണ്ട്, ആരും നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പൊ അന്നേരത്തെ ഈ കുട്ടിയുടെ അമ്മ വന്നിട്ട് ഉണ്ണേന്നൊരു വിളിയാണ്. അപ്പൊ അയാൾ ഈ കുട്ടിയുടെ അനിയനൊരു പയ്യൻ 7-ോ 8-ലോ പഠിക്കുന്ന പയ്യനാ. അവൻ എവിടുന്നോ കണ്ണും തിരിഞ്ഞു. എന്താ അമ്മേ? അവ പറഞ്ഞു, മോനെ നമ്മുടെ പാട്ട് വർക്ക് ചെയ്യാൻ കാര്യം പറഞ്ഞോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനുള്ള സകല ദേഷ്യവും അമ്മയുള്ള ദേഷ്യം മുഴുവനും വന്നിട്ട് ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ ഈ സൗണ്ട് എഞ്ചിനീയറുടെ പുറത്തെ തട്ടിയിട്ട് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ചെറിയ പയ്യനെ അയാൾ ആ നേരത്ത് വേറെ നിർത്തിയൊന്നുമില്ല, അതിൻ്റെ ഒന്ന് മാറിക്കൊടുത്തു. അവൻ ഒന്ന് തൊട്ടു, പാട്ട് വന്നു. രക്ഷപ്പെട്ടു എന്ന് തീരുമാനിച്ചപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇവനെ വിടാൻ പാടില്ല. ആ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ബുക്ക് ചെയ്യാൻ ഞാനും മനോജ് എന്ന് പറഞ്ഞ വേറെ മാസം കൂടി ഇവനെ കൊണ്ടുപോയി അവിടെ. എന്നിട്ട് ആലപ്പുഴ ബോട്ടിച്ചട്ടിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇവന് കട്ടൻ ചായ ഓംലെറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് എന്തിനാ അതിൻ്റെ അടുത്തൊരു ഒരു വിവരം കിട്ടാൻ എന്താ കാര്യം എങ്ങനെ മോനെ ഒപ്പിച്ചത്. അപ്പോൾ എന്നെ മറുപടി കേട്ട് എനിക്ക് വേണ്ടിയില്ലായിരുന്നു പോയി. പൊട്ടന്മാരാ സാറേ മാഷന്മാര്, സത്യമാണ്. എനിക്ക് മതിയായി. എന്നാലും മോനെ എന്താ സംഭവിച്ചത്? സാറേ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ പോരുമ്പോൾ ഞാനത് ചെക്ക് ചെയ്തതാണ്, IOS കറക്റ്റാണ്. പിന്നെ എന്തേ വരാൻ സാധ്യതയുള്ളൂ? അതെ ഞാനും അതാ ചോദിക്കണം, മോനെ എന്താ പറ്റിയത്? ലാപ്ടോപ്പിൽ വോളിയം 0 ആണ് സാറേ. ഈ കുട്ടിക്കത് അറിയാനേ, അത് മാത്രമേ പിന്നെ കുഴപ്പം വരാനിടയുള്ളൂ. ആർക്കാ വിവരമുള്ളത്? എനിക്കാണോ എൻ്റെ കുട്ടിക്കാണോ? ആലോചിച്ചാൽ മതി, ഓരോരുത്തരും ആലോചിച്ചാൽ മതി. അപ്പൊ മക്കൾക്ക് വിവരമില്ല എന്ന കുറ്റപത്രം മാറ്റി നിർത്തണം എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ എന്ത് കൊടുക്കാൻ പറ്റും? അതാണ് അടുത്ത ചോദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് അവർക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് 2 കാര്യമാണ്. അവനേക്കാൾ കൂടുതൽ കാലം, അവന്റെ കാലത്തേക്കാൾ മുമ്പേ ജനിച്ച് ജീവിച്ച നമ്മൾ എന്ത് പഠിച്ചു, നമ്മൾ എന്ത് ശീലിച്ചു, എന്ത് പരീക്ഷണങ്ങളിലൂടെ ആർജിച്ചു, അവന് കൊടുക്കാൻ പറ്റും? ഒരു കാര്യം അതാണ്. 2, അവന്റെ ദേശം അവന്റെ കാലത്ത് നിന്നും എന്റെ കാലത്ത് നിന്ന് അവന്റെ കാലത്തേക്ക് മാറി വന്നപ്പോൾ ഉണ്ടായ പരിവർത്തനം എന്താണ്? 2 പ്രധാനപ്പെട്ട പാഠമല്ലേ? ഇത് 2മാണ് ശരിക്കും പെൻഷനേഴ്സ് അല്ലെങ്കിൽ ഈ അടുത്തൂൺ സമ്മേളനത്തിന്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. അതാണ്, അത് ചെറിയ കാര്യമല്ല. ഇത് 2 നേടുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിർഭാഗ്യവശാൽ നമ്മുടെ കാലത്തിന്റെ മാറ്റം മാത്രമല്ല, ഞാൻ ഇത്രയും പറഞ്ഞത് കാലത്തെക്കുറിച്ച് നമ്മൾ വേണ്ട വിധം അറിയുന്നുണ്ടോ? കുറ്റപത്രം നടത്താൻ എളുപ്പമാണ്. ഈയിടെ ഞാൻ സർവീസിൽ പിരിയുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ കേട്ട കാര്യം എന്താണെന്നല്ലേ, കമ്പ്യൂട്ടറുകൾ മൊബൈൽ ഫോണുകൾ നിരോധിക്കണം. രമയെ പോലെ ടീച്ചർമാർ പണി ഏൽപ്പിക്കും. എന്താ പറയുക, കുട്ടികളുടെ ബാഗ് മുഴുവൻ പരിശോധിക്കുക. എന്നിട്ട് അതിനകത്ത് മൊബൈൽ ഫോൺ ഉണ്ടോ? കള്ളക്കടത്ത് സ്വർണ്ണം പോലെയാണ്. മൊബൈൽ ഫോൺ ഉണ്ടോ എന്ന് പരിശോധിക്കുക, പണിഷ്മെന്റ് കൊടുക്കുക. ഞാൻ അന്ന് ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഏറ്റവും ചുരുങ്ങിയത് മനുഷ്യൻ പറഞ്ഞ് കേൾക്കുമായിരുന്നു. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി അല്ല കേട്ടോ. രവീന്ദ്രനാഥ് സാർ ഉള്ളപ്പോൾ ഞങ്ങൾ ചെന്ന് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, നിവേദനം കൊടുക്കാൻ പോയതാ. കുറെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ സാറേ ഈ സൗജന്യം കൊടുക്കുകയാണെങ്കിൽ ഇനി ഒറ്റ സാധനമേ കൊടുക്കേണ്ടതുള്ളൂ. നിങ്ങൾ ഈ സ്മാർട്ട് ക്ലാസ് റൂം, ഈ പറഞ്ഞ യൂണിഫോം സൗജന്യമാണ്, പാഠപുസ്തകം സൗജന്യമാണ്, ഉച്ചക്കഞ്ഞി സൗജന്യം, ഒക്കെ സൗജന്യമാണല്ലോ. എന്താ പക്ഷെ അതൊന്നും വേണ്ടേ? ഞാൻ പറഞ്ഞു അതൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഒരു സ്മാർട്ട് ഫോണാണ്. അയ്യോ അങ്ങനെ പറയാൻ പറ്റും? അതെ സാർ,
സ്മാർട്ട് ഫോൺ കൊടുത്താൽ പിന്നെ ഒന്നും വേണ്ടെന്നേ. കഞ്ഞി മാത്രമേ വേറെ കൊടുക്കേണ്ട കാര്യമുള്ളൂ. കൊടുക്കണമെങ്കിൽ യൂണിഫോമും വേറെ കൊടുക്കേണ്ടി വരും. ബാക്കി കാര്യങ്ങളൊക്കെ എവിടെ? ലൈബ്രറി വേണ്ട, നോട്ട് പാഡ് വേണ്ട, മീൻസ് ഈ സാധനങ്ങളൊന്നും വേണ്ടല്ലോ. ടെക്സ്റ്റ് ബുക്ക് വേണ്ട, SCERTയുടെ പേജ് ഓരോ ദിവസം ഡൗൺലോഡ് ചെയ്താൽ മതി. ഒന്നും വേണ്ട. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കാലത്താണ് നമ്മൾ ഉള്ളത് എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ പുതിയ തലമുറയെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ കുട്ടികളെ ഇങ്ങനെ വിലക്കുന്നത്? കുട്ടികളോട് നിങ്ങൾ ഒരു നോ പറയുമ്പോൾ 100 വട്ടം ആലോചിക്കണം. ഒരു നോ പറഞ്ഞാൽ പിറ്റേന്ന് അവന് അപ്പ തീരുമാനിക്കും. എന്നാ പിന്നെ അതൊന്നും അതിൻ്റെ കഴിഞ്ഞു. നിങ്ങൾ ഏത് കാര്യത്തിൽ നോ പറഞ്ഞു നോക്കൂ. അതേ സമയത്ത് ഇതിന്റെ ഒരു കാര്യം ഇതാണ്. ഇപ്പോ ഇങ്ങനെ ഞാനൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കമ്പ്യൂട്ടറിനെതിരായിട്ട് വലിയ ക്യാമ്പയിൻ നടക്കുന്നത്, അല്ലെങ്കിൽ മൊബൈൽ ഫോണിനെതിരായിട്ട് എന്താണ് ക്യാമ്പയിൻ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട കാരണം പറഞ്ഞാൽ സൈബർ കുറ്റകൃത്യങ്ങൾ കൂടുന്നു എന്നാണ്. അപ്പൊ അക്കൊല്ലം 2020 എൻ്റെ ഓർമ്മ, ഞാൻ 21 ചെയ്യുന്നത്. 20 ഞാൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിനോട് ഞങ്ങൾ 2-3 പേര് പോയി ഒരു കാര്യം അന്വേഷിച്ചു. സാംസ്കാരിക പ്രവർത്തകർ പോയതാണ്. സാർ, ഈ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഒരു സ്വഭാവം എന്താണ്? അപ്പൊ അക്കൊല്ലത്തെ കണക്ക്, അതിന് തൊട്ടു മുമ്പുള്ള കൊല്ലത്തെ കണക്ക് പറഞ്ഞു എന്നോട്. ഏതാണ്ട് 2430 മറ്റോ സൈബർ കുറ്റകൃത്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചാൽ പ്രതികൾ ആരൊക്കെ, പ്രതികളുടെ ലിസ്റ്റ് എങ്ങനെയാണ്? അതെല്ലാം ഞങ്ങൾ സോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ എന്നാലും നിങ്ങൾ സോർട്ട് ചെയ്ത് കണക്കുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എത്ര കേസിൽ പ്രതിയാണ്? എന്നോട് പറഞ്ഞു 23 കേസിൽ പ്രതിയാണ്. 2423 ഉള്ളൂ കുട്ടികളുടെ കേസ്. ബാക്കിയുള്ളവരോ 40 കഴിഞ്ഞ അമ്മമാരാണ് മഹാഭൂരിപക്ഷം. മുഖമില്ലാത്ത ആളുകളെ ഓർത്ത് വഞ്ചിതയായി കുട്ടികളെ മക്കളെ ഉപേക്ഷിച്ച് പോയ കേസുകൾ എത്രയാണ്? എന്താ കാര്യം തരാം? അപ്പൊ ഞാൻ ആലോചിച്ചതൊക്കെ സംഭവിക്കാലോ. എന്താ കാര്യം തരാം? ഇതിന്റെ കാര്യം വളരെ സിമ്പിളാണ്. കുട്ടികൾക്ക് അവന്റെ കയ്യിലുള്ള യന്ത്രത്തിലൂടെ കയറിപ്പോകാൻ അറിയാം. കയറിപ്പോകാനുള്ള വഴികളും ഇടവഴികളും അറിയാമെങ്കിൽ ഇറങ്ങിപ്പോരാനും അറിയാം. നമുക്ക് രണ്ടും അറിയില്ല, വിട്ടുപോകും. സിമ്പിളാണ് അതിന്റെ കാര്യം. എന്റെ മോനെ എന്നോട് ഞാൻ പറഞ്ഞ മക്കളോടൊക്കെ ചോദിച്ചു നോക്കും, മക്കൾക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാണ് ഈ ഹാക്കിങ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സത്യം അറിയുമെന്നറിയില്ല. നമ്മൾ ഈ ഹാക്കർമാർ എന്ന് പറഞ്ഞാൽ മഹാബുദ്ധിജീവികൾ എന്നല്ലേ ധരിച്ചിട്ടുള്ളത്? വലിയ ബുദ്ധിജീവി. അതായത് സിനിമ ഉണ്ട് മലയാളത്തിൽ, പാതിര അല്ലേ, 5-ാം പാതിര, ഹാക്കിങ്ങിനെ കുറിച്ച്. എന്നാൽ ആർക്കെങ്കിലും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അറിയാത്തവർ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് നിങ്ങൾ ഹാക്ക് ചെയ്യണോ? ആരെങ്കിലും ഫോണ് ഹാക്കിംഗ് വേണോ? ഹാക്കിങ്ങിന് തന്നെയുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഗൂഗിൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ആപ്ലിക്കേഷനിലുണ്ട് ഹൗ ടു ഹാക്ക് എ ഫോൺ, ഹൗ ടു ഹാക്ക് എ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാശ് കൊടുത്ത് തന്നെ നമ്മളെ ഹാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ കാര്യം. പിന്നെ വേറൊരു അന്ധവിശ്വാസം, ആദ്യം തിരുത്തുക. വാതിലടച്ചിട്ടിരുന്നിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇരുട്ടത്ത് കാണുന്ന ചിത്രങ്ങൾ ഇത് മുഴുവൻ സ്വകാര്യമാണെന്നുള്ള നമ്മുടെ ധാരണ. ഭൂമിയിൽ സ്വകാര്യത എന്നൊന്നും ഇല്ലാത്ത ഒരു ലോകമേ ഉള്ളൂ, സൈബർ ലോകമാണ്. അത് ധരിക്കുക. ഇതൊക്കെ ഇതിന്റെ പ്രാഥമികമായ വിജ്ഞാനമാണ്, ലിറ്ററസിയാണ്. കമ്പ്യൂട്ടർ ലിറ്ററസിയുടെ പ്രാഥമികമായ പാഠമാണ്. നിങ്ങൾ സ്വകാര്യമായ എന്തെങ്കിലും തുറന്നു വെച്ചു കൊടുത്താൽ അതായിരിക്കും നാളെ ഫോണായിട്ട് വരിക. അല്ലാതെ ഇതെല്ലാം പരസ്യ ലോകത്തിന്റെ പേരാണ്. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പരസ്യ ലോകത്തിന്റെ പേരാണ് ഇതെന്ന് മനസ്സിലാക്കി വെക്കുക. അത്രയും മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇത് ആ കുറ്റപത്രങ്ങൾ നിർത്തുക. എന്നിട്ട് നമുക്ക് അവർക്ക് എന്താണ് കൊടുക്കാൻ പറ്റുക, കൊടുക്കുകയും വാങ്ങുകയും ചെയ്തിട്ട് അടുത്ത തലമുറയ്ക്ക് തൂണായി തീർന്നിട്ട് നമ്മുടെ തലക്ക് മീതെ, നമ്മൾ തൂണായി നിൽക്കുമ്പോൾ നമ്മുടെ തലക്ക് മീതെ വന്നു ചേരുന്ന ഈ മക്കൾ നമ്മളെക്കാൾ ഭേദപ്പെട്ട മക്കളായി തീരുക. എന്നിട്ടോ അവരെ കുറിച്ച് തെറ്റായ ധാരണകളും പ്രതീക്ഷകളും വെച്ച് പുറത്താതിരിക്കുക. അത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? ആലോചിച്ച് നോക്കൂ. ഇപ്പൊ മലയാളത്തിൽ ഞാൻ ഇന്നലെ 41 കഥകളുള്ള ഒരു സമാഹാരം കണ്ടു. വിഷയം എന്താണെന്നറിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിഷയമാണ്. അതെന്താ? വൃദ്ധസദനങ്ങളെ കുറിച്ചാണ്. TV കൊച്ചുബാവയുടെ നോവൽ തൊട്ട് വലിയ ഗംഭീരമായ പുസ്തകം, 41 നോവലുകളും കഥകളും ഇതിനെ കുറിച്ചാണ്, വൃദ്ധസദനങ്ങളെ കുറിച്ചാണ്. ഞാനത് കണ്ടപ്പോൾ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അത് ഓർത്ത് സഹകരിക്കാനൊക്കെ പറ്റും. എനിക്ക് ഒട്ടും തോന്നുന്നില്ല. എന്താ കാര്യം എന്നറിയോ? എന്താ കാര്യം? കേരളം ഒരു വൃദ്ധസദനമായി തീർന്നിരിക്കുന്നു, ചെറുപ്പക്കാരൊക്കെ പോയിരിക്കുന്നു എന്നാണ് അതല്ലേ നമ്മുടെ ആക്ഷേപം? നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ലേ? അതിലെന്താ തെറ്റ്? ഒരു കാർഷിക സമൂഹത്തിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ കാൽച്ചുവട്ടിൽ വളരേണ്ടവരാണോ നമ്മുടെ മക്കൾ? കാലം മാറിയിട്ടില്ലേ? അവര് ആകാശത്തും സൈബീരിയയിലും ശൂന്യാകാശത്തും പറന്നു നടക്കട്ടെ നമ്മുടെ മക്കൾ. ദൈവമേ, എനിക്ക് അസുഖം വരുമ്പോ എന്നെ നോക്കാൻ, നമ്മളെ അസുഖം വരുമ്പോ നോക്കാനുള്ള ഡോക്ടർമാരും നഴ്സുമാരും, എന്താ പറയുന്നത്, നഴ്സുമാരുടെ പേരാണോ നമ്മുടെ മക്കൾ? നമുക്ക് കാണാൻ പറ്റാത്ത ലോകങ്ങൾ അവർ കാണണം, എത്തേണ്ട ലോകത്ത് എത്താൻ പാടില്ല. നമുക്ക് എത്താൻ പറ്റാത്ത ലോകത്ത് അവർ എത്തണം. നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? എന്റെ ഒരു അപേക്ഷ ഇതാണ്. നിങ്ങളൊക്കെ മക്കൾക്ക് വേണ്ടി നടത്തേണ്ട ഒരേ ഒരു പ്രാർത്ഥന, ദൈവമേ എന്റെ മക്കൾ എന്നേക്കാൾ ഉയരത്തിലേക്ക് പറന്നു പോകട്ടെ. 2,
എവിടെയായിരുന്നാലും സന്തോഷമായിട്ടിരിക്കണേ, അല്ലേ? അത്രേ പ്രാർത്ഥിക്കാവൂ. അല്ല ഞാൻ മരിക്കുന്ന നേരത്തെ എന്നെ നോക്കാനുള്ള ഹോം നേഴ്സിന്റെ പേരാണ് മോനും മോളും 2. ഇനി മക്കൾക്ക് തിരിച്ചു കൊടുക്കേണ്ട ഒരു സാധനമുണ്ട്. ഞാൻ ഇന്നലെ എന്റെ വണ്ടിയിൽ എന്റെ കൂടെ പണ്ട് ഫറൂഖ് പഠിച്ച ഒരാളെ പരിചയപ്പെട്ടു. അയാൾക്ക് കുടുംബത്തിൽ ഇപ്പൊ എന്താ പണി എന്നറിയോ? 2 പേരും നോർവേയിലാണ്. പണി എന്താവും അറിയാലോ? എന്താ പണി? മക്കളെ നോക്കുന്ന ആയ. നിവൃത്തി ഉണ്ടെങ്കിൽ പ്രഖ്യാപിക്കണം, അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ പ്രഖ്യാപിക്കണം, വേറെ ആളെ നോക്കെന്ന് പറയണം മക്കളോട്. നിങ്ങളുടെ ബാധ്യത എന്താണ്? നമ്മുടെ മക്കളെ പോറ്റുകയാണ്. അവർക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ആരോഗ്യവും കൊടുത്തോ ഇല്ലയോ? അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കേണ്ട കാലമാണ്. മക്കൾക്ക് ആയവന് ശമ്പളം കൊടുക്കാത്തപ്പോൾ ആളെ കിട്ടുമല്ലോ, വിദേശത്ത് കൊണ്ടുപോകാൻ ഒരു വിസയുടെ ചെലവേ ഉള്ളൂ. ആ മാതിരി ഏർപ്പാടൊക്കെ മക്കൾ തമ്മിലും വേണം കണക്ക്. വളരെ വളരെ റീസണബിൾ ആയിരിക്കണം കണക്ക്. മക്കളോടും വേണം. സാംസ്കാരികമായ ചില കണക്കുകളൊക്കെ അങ്ങനെ തീർക്കേണ്ടതുണ്ട്. എന്നെ ജീവിക്കാൻ വിടൂ എന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു കാലമാണ് ഈ അടുത്തും പറ്റുന്ന പ്രായം എന്ന് പറയുന്നത്. ഞാൻ അത് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം പറയാനാണ് ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞത്. കാലത്തെ അറിയുക എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. കാലത്തെ അറിയുമ്പോൾ പുതിയ കാലം നമ്മുടെ കാലത്തേക്കാൾ സമ്പന്നമാണ്, ശക്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. 2, അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, ജീവിത സാക്ഷരത നമ്മൾ ആർജിക്കേണ്ടതുണ്ട് പുതിയ കാലത്ത് ജീവിക്കാൻ. കാരണം അവരുടെ കാലത്താണ് നമുക്ക് ജീവിക്കേണ്ടത്. 1. രണ്ടാമത്തെ കാര്യം, അവർക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? അവന്റെ മുമ്പിൽ വെച്ച് വിട്ടുവീഴ്ചയില്ലാതെ നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. മരണം വരെ നമുക്കത് സാധിക്കണം. ഒരു വിഖ്യാതമായ പുസ്തകമുണ്ട്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാത്മാക്കൾ ഒരാളുടെ ആത്മകഥ. എല്ലാവർക്കും ഓർമ്മയുള്ള കഥയോ? ആളാരാന്ന് നിങ്ങൾ ഇങ്ങോട്ട് പറയണം. കഥ എന്താണ്? 2ാം ക്ലാസ്സിലെ കണക്ക് ടീച്ചർ കഥ കൊടുത്തു, ഒരു കണക്ക് കൊടുത്തു. കണക്ക് എന്താണ്? ഇപ്പൊ ഈ കഥ പറഞ്ഞിട്ടാണല്ലോ കണക്ക് കൊടുക്കുക. DPEക്ക് ശേഷം അങ്ങനെയല്ലേ? ഉണ്ണിക്കുട്ടന്റെ വീട്ടിലൊരു പശുവുണ്ട്. അമ്മ പശുവിനെ കറക്കും. അമ്മ പാൽ അളന്നെടുത്ത് ഉണ്ണിക്കുട്ടനെ ഏൽപ്പിക്കും. ഉണ്ണിക്കുട്ടൻ ഹോട്ടലിൽ കൊടുക്കും. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഉണ്ണിക്കുട്ടൻ പാലിന്റെ കാശ് വാങ്ങി തിരിച്ചു കൊണ്ടുവന്ന് അച്ഛന് കൊടുക്കും. ഇതാണ് കഥ. ഒരു ദിവസം ഉണ്ണിക്കുട്ടന്റെ വീട്ടില് പശുവിനെ കറന്നപ്പോൾ, അമ്മ രാവിലെ കറന്നപ്പോൾ 8 ലിറ്റർ പാല് കിട്ടി. പാല് കറന്നു വെച്ച് അമ്മ പോയി. അത് കഴിഞ്ഞിട്ട് ഉണ്ണിക്കുട്ടന്റെ മുമ്പിൽ വെച്ച് തന്നെ അച്ഛൻ 8 ലിറ്റർ പാല് അളന്നിട്ട് പാത്രത്തിൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് അതേ അളവ് പാത്രം കൊണ്ട് 5 ലിറ്റർ വെള്ളം കൂടി ആ പാത്രത്തിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഈ പാൽപാത്രമാണ് അവൻ ഹോട്ടലിൽ കൊടുത്തത്. ചോദ്യം ഇതാണ്, ഉണ്ണിക്കുട്ടനെ അന്ന് എത്ര ലിറ്റർ പാലിന്റെ കാശ് കിട്ടിയെന്നാണ് ചോദ്യം. ഇതാണ് കണക്ക്. ഇതാണോ കണക്ക്? എല്ലാ കുട്ടികളും വളരെ ആവേശത്തോടു കൂടി ചെയ്തു വെച്ചു. ക്ലാസ്സിലെ മുൻപന്തിയിലിരുന്ന ആ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ കുട്ടി മാത്രം ചെയ്തില്ല. ആ കുട്ടി സ്ലേറ്റും ഇങ്ങനെ നെഞ്ചത്ത് ചേർത്ത് വെച്ചിട്ട് കരയാൻ തുടങ്ങി. ടീച്ചറെ എന്താ ചെയ്യാത്തത്? ടീച്ചർ അവനെ വിറപ്പിച്ചു. അവൻ ആ സ്ലേറ്റോട് കൂടി ടീച്ചറെ കാല് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ എന്നെ അടിച്ചു കൊന്നാലും ഈ കണക്ക് ഞാൻ ചെയ്യൂല. അതെന്താ അധികാരം? ആദ്യമായിട്ട് അധികാരം പറയുന്നത്. എന്താണ് ചെയ്യാത്തത്? എന്നോട് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് പാലിൽ വെള്ളം ചേർക്കരുത്. ഏതാണ് യഥാർത്ഥ പാഠം? 8 + 5 = 13 എന്ന് എഴുതി വെച്ച എല്ലാവർക്കും ഞങ്ങൾ മാഷന്മാര് A+ കൊടുക്കൂലേ? അമ്മ കൊടുക്കുമോ? ഇതാണ് ചോദ്യം. ഈ പാഠം ആരാ പഠിപ്പിക്കേണ്ടത്? പുതിയ തലമുറയെ ആര് പഠിപ്പിക്കണം? നമ്മൾ പഠിപ്പിക്കണം. അത് കൊടുക്കാൻ പറ്റും. അത് ടെസ്റ്റിമണിയാണ്. നമ്മൾ തെളിയിച്ചിരിക്കണം അവന്റെ മുമ്പിൽ ജീവിതം മുഴുവൻ. എന്റെ അച്ഛൻ നുണ പറഞ്ഞിട്ടില്ല, എന്റെ അമ്മ നുണ പറഞ്ഞിട്ടില്ല. അത് തെളിയിക്കാൻ നമുക്ക് പറ്റുമോ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. ധാർമ്മിക മൂല്യങ്ങൾ, സനാതന മൂല്യങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റുമോ? 2, ലോകത്തിലെ സകല ദുരിതങ്ങളും അറിയാനുള്ള ഡിവൈസ് ഇവന്റെ കയ്യിലുണ്ട്, ഇല്ലേ? അയൽപക്കത്തെ ചേച്ചി ആശുപത്രിയിലാണോ അല്ലേന്ന് അറിയാൻ ഒരു നേരമുണ്ടോ? അവനെയും കുട്ടി ഒന്ന് ആശുപത്രിയിൽ പോകണമെന്ന് ഭൂമിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഗുരുദേവൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ആധ്യാത്മ വിദ്യാലയം ഏതാണ്? ആശുപത്രിയാണ്. മക്കളെയും കുട്ടി എടുക്കുന്ന ആശുപത്രിയിൽ പോകണമെന്നേ. വേറെ എവിടെയും പോണ്ട. നിങ്ങളൊരു വലിയ പുസ്തകം വായിക്കാൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സേവനമാണ് ദുരിതങ്ങൾ പഠിപ്പിക്കുക, കഷ്ടപ്പാടുകൾ പഠിപ്പിക്കുക. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? സത്യം, ധർമ്മം തുടങ്ങിയ മൂല്യങ്ങൾ തിരിച്ച് അതിശക്തമായി അവന്റെ മനസ്സിൽ ഉണ്ടാവണം. അച്ഛൻ നുണ പറയാൻ നിൽക്കരുത്. നമ്മുടെ ശ്രീനിവാസൻ മരിച്ചല്ലോ അല്ലേ? അദ്ദേഹത്തിന്റെ ഓർമ്മകളെ നമുക്ക് ആദരപൂർവ്വം ഓർക്കാം. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത്രയേറെ കാലം ഓർക്കപ്പെട്ട അദ്ദേഹം ഇന്ന് മരിച്ചേ ഉള്ളൂ. ഇന്ന് രാവിലെയാണ് മരിച്ചത്. ഇനി ഒരു 100 കൊല്ലത്തേക്കും ശ്രീനിവാസനെ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ജീവിതം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെക്കാൾ ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ ആരെ ഓർക്കുക? ശ്രീനിവാസനെ ഓർക്കുക, സന്ദേശമാണ് ഓർക്കുക. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയാണ്. അപ്പോ ഇങ്ങനെ ഒരു കാലത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്. അപ്പോ ശ്രീനിവാസനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം ശ്രീനിവാസന്റെ മോൻ
അച്ഛൻ പറഞ്ഞ എനിക്ക് വിശ്വാസമില്ല. എന്താ കാര്യം? അച്ഛൻ എന്നോട് സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടോ അച്ഛൻ കക്കൂസിൽ പോയി സിഗരറ്റ് വലിക്കും. അങ്ങനെ ആവരുത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ആവരുതെന്ന് പറയുന്നത് ശ്രീനിവാസനോടുള്ള സകല ബഹുമാനത്തോടു കൂടിയാണ്. നമ്മുടെ മക്കൾ നമ്മളെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത്. മക്കൾക്ക് മുമ്പിൽ ലക്ഷണമൊത്ത ഒരു സനാതനിയായി, ഒരു സനാതന മൂല്യത്തിന്റെ ജീവിക്കുന്ന പ്രതീകമായി ജീവിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നതാണ് നമ്മൾ നേരിടുന്ന തിരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം. ഒറ്റ കാര്യം കൂടി, ദേശത്തെ കുറിച്ച് കൂടി അത് പറയാൻ സമയം പറഞ്ഞു. ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനൊരു രണ്ട് നമ്മുടെ ദേശമാണ് ഞാൻ പറഞ്ഞത്. കാലത്തെയും ദേശത്തെയും അളന്ന് തിട്ടപ്പെടുത്തി അറിയുക എന്നതാണ്. അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത തലമുറയോട് സംസാരിക്കാനാവില്ല, ജീവിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള തലമുറയോട് സംസാരിക്കാനാവില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ രണ്ടാമത്തെ കാര്യം കാലത്തെ അറിയുക എന്നുള്ളതാണെങ്കിൽ രണ്ടാമത്തെ കാര്യം ദേശത്തെ അറിയുക എന്നതാണ്. നമ്മുടെ ദേശം മാറിയത് നമ്മൾ അറിയുന്നുണ്ടോ? പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ദേശത്തിന്റെ വില അറിയുന്നുണ്ടോ? ഇപ്പൊ എന്നോട് മുരളിയേട്ടൻ പൂന്താനം സ്കൂളിലാണെന്ന് പറഞ്ഞത് ഞാൻ ആലോചിച്ചതാണ്. പൂന്താനത്തിന്റെ പേരിൽ ഒരു സ്കൂളല്ല, അപ്പുറത്തൊരു ഹൈസ്കൂളും ഉണ്ട് അല്ലേ? കീഴാറ്റൂരല്ലേ അത്? കീഴാറ്റൂരിൽ ഹൈസ്കൂളും ഉണ്ട്. പൂന്താനത്തിന്റെ പേരിൽ സ്കൂളുകൾ മാത്രമല്ല, പൂന്താനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ്, നമുക്ക് പൂന്താനത്തിന്റെ പോലും വില അറിയാമോ? നമ്മുടെ ദേശത്തിന്റെ സംസ്കാരം എന്താണെന്ന് അറിയാം? വേണ്ട, മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ ഓർക്കുക? കേരള ചരിത്രത്തിൽ ഏറ്റവും വൃത്തികെട്ട ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്റെ മുഖമായിരിക്കുമല്ലോ ആദ്യം ഓർമ്മ വരിക. വേറെ ഒന്നും നമുക്ക് വരില്ല. കേരളം എന്ന് ആലോചിച്ചപ്പോൾ മലപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മുടെ എഴുത്തച്ഛനെ ഓർക്കുന്നുണ്ട്. രമേശ് കൂട്ടർ എഴുത്തച്ഛനെ കുറിച്ച് ഒരു നാടകം ചെയ്യാൻ പോകുന്നുണ്ട്. എന്നത് അരങ്ങേറുന്നതിന് അത് എല്ലാവരും പോയി കാണണം. തപസ്യാണ് ചെയ്യുന്നത്. അപ്പോ എഴുത്തച്ഛനെ നമ്മൾ ഓർക്കുമോ? പൂന്താനത്തെ നമ്മൾ ഓർക്കുന്നുണ്ടോ? മേൽപ്പത്തൂരിനെ ഓർക്കുന്നുണ്ടോ? നന്ദനാരുണ്ടായിരുന്നല്ലേ ഈ പോരുന്ന വഴിക്ക്? ഇല്ല, എത്ര മനുഷ്യര് എടശ്ശേരി ഉണ്ടായിരുന്നു. ഈ എത്ര സമ്പന്നമായ നാടാണ്. അതൊന്നും ഓർക്കാൻ നമുക്ക് നേരമില്ല. ഇനി ഉള്ള ആളുകളെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? പൂന്താനത്തെ കുറിച്ച്, പൂന്താനത്തിന്റെ സമ്പൂർണ്ണ കൃതികൾ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകം ഒന്ന് എടുത്താൽ ദേവസ്വം ബോർഡിൽ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം തോന്നും. ഒന്ന് വായിച്ചു നോക്കിയാൽ എന്താ കാര്യം എന്നറിയോ? പൂന്താനത്തിന്റെ പേര് ഇപ്പോഴും നമ്മൾ തീരുമാനിച്ചില്ല. പൂന്താനം നമ്പൂരി എളുപ്പമാണ്, ജാതി പറഞ്ഞാൽ മതിയല്ല. പൂന്താനം നമ്പൂരി. എന്റെ മോൻ ചോദിച്ചു, ഞാൻ പറയും പൂന്താനം നമ്പൂരി. അപ്പൊ മോൻ ചോദിച്ചൊരു തമാശ എന്താ വെച്ചാൽ, പക്ഷെ പൂന്താനം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേരല്ലേ, അപ്പൊ സ്ഥലത്തിനും ജാതി ഉണ്ടോ? അല്ല, സാക്ഷാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വവും പൂന്താനവും തമ്മിലുള്ള ബന്ധം അറിയാലോ. തറവാടാണ് പൂന്താനത്തിന്റെ. ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പോലും ഇപ്പോഴും പൂന്താനത്തിന് പേരിട്ടില്ല. രാമനാവ, ആ പുസ്തകം പറയുന്നത് ഒന്നുകിൽ രാമനാവാം, അല്ലെങ്കിൽ ശങ്കരനാരായണനാവാം, അതും അല്ലെങ്കിലോ ബ്രഹ്മദത്തനുമാകാം. ഒന്ന് തീരുമാനിക്കണോ? 14-ാം നൂറ്റാണ്ട്, 17-ാം നൂറ്റാണ്ട്, 1640 മരിച്ചുപോയി. സഹസ്രാബ്ദം മുമ്പൊന്നുമല്ല, 2-3 നൂറ്റാണ്ട് മുമ്പ് മരിച്ചു പോയതിന്റെ ചരിത്രം. ഭാഷ, മലയാള ഭാഷയ്ക്ക് ഒരു യൂണിവേഴ്സിറ്റി ഇല്ലേ നമുക്ക്? ഭാഷയ്ക്ക് വേണ്ടി മാത്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലേ? അതാ ഇതാ ഞാൻ പറയുന്നത്. അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ പൂന്താനത്തെ കുറിച്ച് പറയുന്നത് ഇതുകൊണ്ട് എനിക്ക് വലിയ സങ്കടം തോന്നിയ കാര്യമാണ്. പൂന്താനത്തിന്റെ പേര് ഇപ്പോഴും തീരുമാനിച്ചില്ല. ആരെ തീരുമാനിക്കണം? അതിനുവേണ്ടി മാത്രം ശമ്പളം വാങ്ങുന്നില്ലേ? അതിനുവേണ്ടി മാത്രം എത്ര പേര് ഡോക്ടറേറ്റ് വാങ്ങിയിട്ടുണ്ട്? അതിനുവേണ്ടി മാത്രം യൂണിവേഴ്സിറ്റി ഉണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്താ പണി? സാഹിത്യ അക്കാദമിക്ക് എന്താ പണി? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമില്ല. അത് മാത്രമല്ല, അതിനേക്കാളും വലിയ തമാശയുണ്ട്. പൂന്താനത്തിന് എത്ര കൃതിയുണ്ട്? 57 ആവാം, 41 ആകാം, 11 അദ്ദേഹത്തിൻ്റെതല്ല എന്ന് പറയപ്പെടാൻ നിങ്ങൾ വേണം, ഞങ്ങൾ പോലെ. ഞാൻ ആ പുസ്തകത്തിൽ ഇങ്ങനെ കണ്ടു, ഈ പുസ്തകത്തിൽ ഇങ്ങനെ കണ്ടു എന്ന് പറയാൻ ഇവര് വേണം, അക്കാഡമിക് ആയിട്ടുള്ള വിദഗ്ധന്മാർ വേണം. പറഞ്ഞിട്ടില്ല. ഇനി പൂന്താനത്തിന്റെ പേരിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയാണല്ലോ ഭക്തിയും വിഭക്തിയും, അല്ലെ? മേൽപ്പത്തൂരിന്റെ കയ്യിൽ ഒരു കവിത നോക്കാൻ കൊടുത്തു, പരിശോധിക്കാൻ കൊടുത്തു. മേൽപ്പത്തൂരിൽ അവഗണിച്ചു. ഇവനെ സംസ്കൃതം ഒന്നും അറിയാത്തവൻ, പോടാ എന്ന് പറഞ്ഞയച്ചു. മേൽപ്പത്തൂർ അന്ന് വാദം പിടിച്ച് വീണോത്രേ. അപ്പൊ രാത്രിയിൽ ഗുരുവായൂരപ്പൻ പറഞ്ഞു, വേണ്ടാട്ടോ, നിന്റെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം മറ്റവന്റെ ഭക്തിയാണ്. പിന്നെ അത് എടുത്തുകൊണ്ടുപോയി രണ്ടാമത് തിരിച്ചു വാങ്ങി തിരിച്ചു കൊടുത്തപ്പോഴാത്ര വാദം മാറിയത്. പക്ഷേ ഞാൻ ഈ പുസ്തകം തിരിച്ചു മറിച്ചു നോക്കി, ഏതാണ് ആ ഗ്രന്ഥം? പൂന്താനം കൊണ്ടുപോയി മേൽപ്പത്തൂരിനെ പരിശോധിക്കാൻ ഏൽപ്പിച്ച പുസ്തകം ഏതാണ്? ജ്ഞാനപ്പാനയാണോ, സന്താനഗോപാലാണോ, ശ്രീകൃഷ്ണ കർണാമൃതാണോ? ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഞാൻ പറഞ്ഞല്ല,
ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ച സമ്പൂർണ്ണ കൃതികളിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഏതായിരുന്നു കൊടുത്ത കൃതി, ഇനി പാലാ തീരുമാനമായിട്ടില്ല. 1640 മരിച്ചുപോയ കവിയുടെ കാര്യത്തിൽ നമുക്കിനി തീരുമാനം എടുക്കാൻ പറ്റും. ഇതാണ് സ്ഥിതി. ഇനി ഏറ്റവും പോസിറ്റീവായ കാര്യം, പൂന്താനത്തിന്റെ വില നമുക്ക് മനസ്സിലായിട്ടില്ല. ഈയിടെ ഞാൻ സ്ഥിരമായി എറണാകുളത്ത് പോരുമ്പോൾ വായിക്കാൻ ഏതെങ്കിലും ഒരു പുതിയ പുസ്തകം കയ്യിൽ വെക്കാറുണ്ട്. ഈ ആഴ്ച ഞാൻ കയ്യിൽ വെച്ചൊരു പുസ്തകം, ഇതൊന്നും ഓർത്തിട്ടല്ല കേട്ടോ, പത്രത്തിൽ പരസ്യം കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തൊരു പുസ്തകമാണ്. അതിന്റെ പേര് സ്പേസ് പോയംസ് എന്നാണ്. സ്പേസ് പോയംസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ശൂന്യാകാശ കവിതകൾ. ഞാൻ കൗതുകം തോന്നിയെങ്കിൽ ആകാശത്ത് പോയിരുന്ന് ബഹിരാകാശത്തൊക്കെ പോയിരുന്നിട്ട് ആരെങ്കിലും കവിത എഴുതിയോ? അവിടെ ശ്വാസം വിടുമ്പോൾ സൂക്ഷിക്കണം, എന്നിട്ടാ കവിത എഴുതാൻ പോണത്. അപ്പൊ വാങ്ങിച്ചു നോക്കുമ്പോൾ എന്താ സംഭവം എന്നറിയോ? ആകാശത്തെ കുറിച്ച് എഴുതിയ കവിതകളാണ്. ആകാശം അങ്ങനെയുണ്ടല്ലോ, ആകാശം, പരലോകം, സ്വർഗം, നരകം, അതിനെ കുറിച്ചൊക്കെ എഴുതപ്പെട്ട കവിതകൾ. അത് കൊള്ളാമല്ലോ എന്ന് എനിക്ക് തോന്നി. ഞാൻ ആകെ നോക്കിയത് എന്താവും അടുത്തത്, പല ഇന്ത്യക്കാരുണ്ടോ ഞാൻ നോക്കി ആ കൂട്ടത്തിൽ. അപ്പൊ നോക്കുമ്പോ അതിനകത്ത് 14-ാം നൂറ്റാണ്ടിൽ ഡാൻഡെ ഉണ്ട്. ഡാൻഡെ അലിഗറി എന്ന് പറഞ്ഞ ഇറ്റാലിയൻ അറിയാലോ, ഡിവൈൻ കോമഡി എഴുതി. അദ്ദേഹം ആകാശയാത്രക്ക് പോയതാണ് ആ കവി. കാമുകിയോടൊപ്പം ആകാശത്ത് പോയി സ്വർഗവും നരകവും പരലോകമൊക്കെ കണ്ടിട്ട് ദൈവത്തിന്റെ തമാശ എന്ന പേരിൽ മഹാകാവ്യം എഴുതിയതാണ്. ഇറ്റാലിയൻ ഭാഷയിലെ മഹാകാവ്യമാണ് ഡിവൈൻ കോമഡി. അതുണ്ട്. അപ്പൊ ഞാൻ അപ്പോഴും ഞാൻ മറിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യക്കാർ വല്ലതും ഉണ്ട്. അപ്പൊ 20-ാം നൂറ്റാണ്ടിലെ അല്ലാമ ഇക്ബാലുണ്ട്, അദ്ദേഹം ജാവേദ് നാമ എന്നൊരു കൃതി എഴുതിയിട്ടുണ്ട്. അത് ഈ ഡിവൈൻ കോമഡിക്ക് മറുപടിയാണ്. അദ്ദേഹം ആകാശത്ത് പോയി സ്വർഗം കണ്ടു, നരകം കണ്ടു, ദൈവത്തോട് ഈ മടങ്ങി വന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് അന്ന് രാത്രി ഞാൻ ഓർത്തത്, ദൈവമേ, ഈ ചങ്ങാതിമാർക്ക്, ഒരു ഫ്രഞ്ചുകാരനാണ് ഈ പുസ്തകം കമ്പൈൽ ചെയ്തത്, ഈ ചങ്ങാതിമാർക്ക് ഇപ്പോഴും പൂന്താനം എന്ന പേര് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. പൂന്താനം വൈകുണ്ഠത്തിൽ പോയ ആളാണ്, അറിഞ്ഞൂടെ? സന്താന ഗോപാല എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കാര്യം, സത്യമേ അദ്ദേഹം എഴുതും, കണ്ടതേ എഴുതും, ബോധ്യപ്പെട്ടതേ എഴുതും. അദ്ദേഹം ദൈവത്തോട് പരാതി പറഞ്ഞു. ദൈവത്തോട് പരാതി പറയണമെങ്കിൽ, ദൈവത്തെ ചോദ്യം ചെയ്യണമെങ്കിൽ ദൈവത്തെ പേടിച്ചാൽ പോരാ. നമ്മളൊക്കെ ദൈവത്തെ പേടിക്കുന്നവരാണ്. ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തോട് പ്രണയം ഉണ്ടാകണം. പ്രണയം ഉണ്ടാകുമ്പോ എന്താ പറഞ്ഞതാ എന്ന് പറയാൻ പറ്റും ദൈവത്തോട്. അങ്ങനെയാണ് ഈ സന്താന ഗോപാലം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ വൈകുണ്ഠത്തെ കുറിച്ച് എഴുതണമല്ലോ. വൈകുണ്ഠം കണ്ടിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ എഴുതും? ഞാൻ കാണാത്തത്, എനിക്ക് ബോധ്യമില്ലാതെ ഞാൻ എഴുതില്ല. എനിക്ക് വൈകുണ്ഠം കാണിച്ചു തരൂ എന്ന് ദൈവത്തോട്. 2 ദ്വാരപാലകന്മാര്. ഈ വേറൊന്നുണ്ട്, ഭക്തി ശരിയായ ഭക്തിയാണെങ്കിൽ, ദൈവത്തിന്റെ സ്വർണം കൊണ്ടുപോയിട്ട് ചെമ്പാക്കാത്ത ഭക്തിയാണെങ്കിൽ, ശരിയായ ഭക്തിയാണെങ്കിൽ ദൈവം കേൾക്കുന്നു. എന്താ സംശയമുള്ളത്? ദൈവം കേൾക്കും. അന്ന് രാത്രി 2 ദ്വാരപാലകന്മാർ വന്ന്, ഓർമ്മയില്ലേ? അതാണ് കഥ. 2 ദ്വാരപാലകന്മാർ വന്ന് ഈ മനുഷ്യനെ ഉടലോടെ എടുത്തുകൊണ്ടുപോയി വൈകുണ്ഠത്തിൽ ഇരുത്തി. എഴുതിക്കോ, എന്നിട്ട് പോന്നാൽ മതി, സമയം പറ. എഴുതി കഴിഞ്ഞപ്പോഴാണ് ഉണർന്നത്, ഉറക്കം തരുന്നതെന്നാണ്. അപ്പൊ ആകാശയാത്രക്ക് പോയ ഇന്ത്യൻ കവികളുടെ കൂട്ടത്തിൽ ഇപ്പോഴും എന്താണ് പൂന്താനം വരാത്തത്? ആരാണ് ഉത്തരവാദി? ഈ കവിത ഇംഗ്ലീഷിലാക്കിയിട്ട് ആരെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ, പറഞ്ഞു കൊടുക്കണ്ടേ? ഈ വിശ്വസാഹിത്യകാരന്മാരുടെ മടിത്തട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കണ്ടേ, മുഖത്തേക്ക് എറിയണ്ടേ? നടക്കുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമുക്കിപ്പോഴും നമ്മുടെ ദേശത്തിന്റെ വില മനസ്സിലാക്കിയിട്ടില്ല. ഇത് ഈയിടെ ഞാനല്ലാത്ത ഒരാളെ പറഞ്ഞു കേട്ടോ, പൗലോ കൊയ്ലോ പറഞ്ഞു. അമേരിക്കയിലെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ പൗലോ കൊയ്ലോയുടെ പുസ്തകങ്ങളൊക്കെ വമ്പിച്ചതോട് വിറ്റുപോയിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ പുസ്തക വിൽപ്പനയുടെ എല്ലാ റെക്കോർഡും ഭേദിച്ച ആളാണ്. പൗലോ കൊയ്ലോയോട് ഒരു പത്രക്കാരി ചോദിച്ചു, എന്താ അങ്ങയുടെ രഹസ്യം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ വിജയ രഹസ്യം ഞാൻ നിങ്ങളോട് സ്വകാര്യമായിട്ട് പറയാം, ആരോട് പോയി പറയരുത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ പോയി പറയരുത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യൻ ഫിലോസഫിയാണ് എന്റെ ആത്മാവ്, അതാണ് ഞാൻ എഴുതിയത് മുഴുവനും. അവർക്ക് പക്ഷേ അവരുടെ ഫിലോസഫി മാർക്കറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. സത്യമാണ്. നമുക്ക് നമ്മളെ വില അറിഞ്ഞൂടാ, നമ്മളെ ഉൾക്കാരും അറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? അൽക്കെമിസ്റ്റ് അറിയാലോ, എന്റെ ശക്തി എന്റെ ഉള്ളിലാണ്, എന്റെ മഹാനിധി എന്റെ കാൽച്ചുവട്ടിലാണ്, എന്റെ മോക്ഷം എവിടെയാണ്, അല്ലേ? ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പരമശക്തനായ ദൈവത്തോടാണല്ലോ പ്രാർത്ഥിക്കുന്നത്. മണ്ഡലവ്രതം എടുത്ത് ഇരുമുടിക്കെട്ടും കെട്ടി 18 പടിയും ചവിട്ടി ചെല്ലുമ്പോ അയ്യപ്പൻ എന്താ പറയുന്നത്? എന്തിനാ മോനെ ഇങ്ങോട്ട് പോകുന്നത്? മൂന്ന് സമസ്ത അല്ലെ, 3 സംസ്കൃത പദങ്ങൾ ചേർന്ന ഒരു സമസ്ത പദമാണല്ലോ. തത് ത്വം അസി, അത് നീ തന്നെ. നീ എന്നെ തേടി വന്നാ നീയാളാണ്. ഈ പറയുന്നതിന് പേരാണ്. ഇതിനാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ജലാലുദ്ദീൻ റൂമിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ജലാലുദ്ദീൻ റൂമി പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഈ സാധനമാണെന്ന്. ജലാലുദ്ദീൻ റൂമി ഉൾപ്പെടെയുള്ളവർ വിറ്റുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും വാഴ്ത്തപ്പെടുന്നത് നമ്മുടെ അദ്വൈതം എന്ന ഫിലോസഫിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആലോചിച്ചു നോക്കൂ, 12-ാം നൂറ്റാണ്ടിലെ ജലാലുദ്ദീൻ റൂമി തൊട്ട് ഈ 21-ാം നൂറ്റാണ്ടിലെ
പൗലോ കൊയ്ലോ വരെ വിറ്റുകൊണ്ടിരിക്കുന്ന ലോക സാഹിത്യം ഇന്ത്യൻ ഫിലോസഫിയാണ്. നിർഭാഗ്യവശാൽ നമുക്ക് മാത്രം അതിന്റെ വില അറിഞ്ഞൂടാ. അത് അറിയാവുന്നവരാണ് നിങ്ങളൊക്കെ. ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യൻ ഫിലോസഫി എന്താണെന്ന് അറിയാനെങ്കിലും ശ്രമിച്ചവരാണല്ലോ നമ്മൾ ഈ അടുത്തൂൺ. പക്ഷേ അടുത്ത തലമുറയ്ക്ക് തൂണായി തീരണമെങ്കിൽ അത് നമ്മൾ തന്നെ കൊടുക്കണം. ഈ സംസ്കാരത്തിന്റെ വില കൊടുക്കണം. കാരുണ്യം എന്ന മൂല്യത്തെ നമ്മൾ കൊടുക്കണം. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ആ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം പഠിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഇപ്പോഴും ഓർപ്പിക്കുന്നു. ഇതങ്ങനെ പറഞ്ഞു പോയാൽ അങ്ങനെ പറഞ്ഞു പോകും. എനിക്ക് എൻ്റെ വിശപ്പിനേക്കാൾ നിങ്ങളുടെ വിശപ്പ് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമയത്ത് പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. സംസ്കാരത്തെ അറിയുക എന്ന് പറഞ്ഞാൽ കാലത്തെ അറിയുക, ദേശത്തെ അറിയുക എന്നാണ് അർത്ഥം. നമ്മുടെ കാലത്തെയും നമ്മുടെ ദേശത്തെയും അതറിയാൻ നമുക്ക് സാധിക്കുക. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ പുതിയ വൊക്കാബുലറി ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ സംസ്കാരത്തിലുള്ള ചില വൊക്കാബുലറി ഉണ്ടാവും മനസ്സിലാകുന്നില്ല. എന്നോട് കുട്ടി ചോദിച്ചു, എന്തിനാണ് മാഷെ സ്വാതന്ത്ര്യത്തിന്റെ വജ്ര ജൂബിലിക്ക് നമ്മൾ അമൃതോത്സവം എന്ന് പേരിട്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിഹാസങ്ങൾ വായിക്കാനുള്ള ഒരു സാക്ഷരത നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. കമ്പ്യൂട്ടർ വായിക്കാനുള്ള സാക്ഷരത അവരുടെ കയ്യിലുണ്ട്. സംസ്കാരം വായിക്കാനുള്ള സാക്ഷരത നിങ്ങളുടെ കയ്യിലാണ്, നമ്മുടെ കയ്യിലാണുള്ളത്. കൊടുക്കണം, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പുതിയ ജീവിത സാക്ഷരത അവരിൽ നിന്ന് നമ്മൾ ആർജിക്കണം. സംസ്കാരത്തിന്റെ സാക്ഷരത നമ്മളിൽ നിന്ന് അവരും ആർജിക്കണം. ഇത് രണ്ടും കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ മോനെ എനിക്ക് എന്തത്ര വലിയ ബേജാറ്? അമൃതം എന്ന് പറഞ്ഞാൽ എന്താ അറിയൂ? എന്താ എൻ്റെ അർത്ഥം? അമൃതം എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, അത് വെറുതെ കിട്ടിയതല്ല എന്നാണ് എൻ്റെ മലയാളം. അധ്വാനിച്ച് നേടിയതാണ്. എങ്ങനെ? മഹാസമുദ്രത്തെ കടഞ്ഞെടുത്തതാണ്. എന്തുകൊണ്ട്? മഹാപർവ്വതത്തെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അല്ലേ, ഈ സർപ്പരാജാവിനെ കൊണ്ടുവന്ന് കയറായി ചുറ്റിയിട്ട് ഒരു ഭാഗത്ത് ദേവന്മാരും മറുഭാഗത്ത് അസുരന്മാരും. അങ്ങനെ കടച്ചിലാണ്. മന്ദരപർവ്വതം താണു പോയപ്പോഴാണ് മഹാവിഷ്ണുവിന്റെ ഒരു അവതാരം വന്നിട്ട് പൊക്കിയത്. അങ്ങനെയാണ് ആമ, അല്ലെങ്കിൽ വിഷ്ണുവിനും ആമയാവേണ്ട വല്ല കാര്യം. അപ്പോ ഇതൊക്കെ ചേർന്നതാണ്. അങ്ങനെ കിട്ടിയതാണ് എല്ലാം നല്ലതും. മഹാലക്ഷ്മി അങ്ങനെ കിട്ടിയതാണ്. നമ്മുടെ കാമധേനു അങ്ങനെ കിട്ടിയതാണ്. ഉർവശി, മേനക, രംഭ, തിലോത്തമ എല്ലാം നല്ലതും അങ്ങനെ കിട്ടിയതാണ്. കാണാൻ കൊള്ളാവുന്നതൊക്കെ അധ്വാനിച്ച് കിട്ടിയതാണ്. വെറുതെ കിട്ടൂല ഒന്നും എന്നേ അതിനർത്ഥമുള്ളൂ. അക്കൂട്ടത്തിൽ കിട്ടിയതാണല്ലോ ഈ അമൃതം. അതുകൊണ്ട് സ്വാതന്ത്ര്യം വെറുതെ കിട്ടിയതല്ല, അധ്വാനിച്ച് നേടിയതാണ്. ഞാൻ ഈയിടെ അഞ്ചുതെങ്ങ് എന്നൊരു ഗ്രാമമുണ്ട്. തിരുവനന്തപുരത്തെ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. തിരുവനന്തപുരത്ത് പണ്ട് വന്നവരുണ്ട്. ഉണ്ട്. അഞ്ചുതെങ്ങ് എന്നൊരു ഗ്രാമത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം തുടങ്ങിയത്. നമ്മുടെ ധാരണ അന്ന് വടക്കേ ഇന്ത്യയിലെ ശിപായിമാരാണ്, അല്ലെങ്കിൽ 921 കുറെ ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി കലാപം ഉണ്ടാക്കിയ മലബാറിലാണെന്നൊക്കെ നമ്മുടെ ധാരണ. അല്ല, 1697 ഒന്നും രണ്ടും കൊല്ലം മുമ്പല്ല. 921 857 അതിനു മുമ്പ് ബംഗാളിലെ എന്താണ് ബംഗാളിലെ ലഹള എന്തായിരുന്നു? ആ യുദ്ധത്തിന്റെ പേര് പ്ലാസി യുദ്ധം. ഇതൊന്നുമല്ല, അതിന്റെയൊക്കെ മുമ്പ്. പ്ലാസി യുദ്ധം 1757 അതിന്റെയും 100 കൊല്ലം മുമ്പ് 1697 തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്ത് അഞ്ചുതെങ്ങ് എന്ന ഗ്രാമീണര് ജാതി മതഭേദം മറന്ന് ബ്രിട്ടീഷുകാരുടെ പാണ്ഡികശാല വളഞ്ഞിട്ട് 140 പേരെ കൊന്നേ. 140 യൂറോപ്യന്മാരെ ബ്രിട്ടീഷുകാരെ കൊന്ന ചരിത്രം. ഇനി ഒന്ന് കണക്കൂട്ടി നോക്കൂ. കാൽക്കുലേറ്റർ ഒന്നും എടുക്കാതെ കണക്കൂട്ടാൻ പറ്റുമെന്ന് നോക്കൂ. 1697 സ്വാതന്ത്ര്യ സമരം തുടങ്ങിയെങ്കിൽ നമ്മളാണ് തുടങ്ങിയത്, മലയാളിയാണ് തുടങ്ങിയത്. നമ്മൾ മലയാളിയുടെ മഹത്വം മറന്നു പോയത്, ഇന്ത്യക്കാരുടെ മഹത്വം ഒട്ടും മറന്നു പോയത്. ഒന്ന് ചോര തിളക്കാനുള്ളതാണ്, മറ്റേത് അഭിമാനം തോന്നാനുള്ളതാണ്. വള്ളത്തോട് പറഞ്ഞ രണ്ടും വളരെ കൃത്യമാണ്. 1697 സ്വാതന്ത്ര്യ സമരം തുടങ്ങിയതെങ്കിൽ 797, 897, 947, 250 കൊല്ലം പൊരുതിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന് അമൃതം എന്ന് പേര് വന്നത്. ഒന്ന്, അത് വിലപ്പെട്ടതാണ്, അമൂല്യമാണ്, അമരമാണ്. അതുകൊണ്ട് അത് കളയാതെ നോക്കണം. എത്ര പറഞ്ഞു അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സംസ്കാരത്തെ വായിക്കാനുള്ള പുതിയ സാക്ഷരത നമ്മൾ നമ്മുടെ മക്കളെയും പഠിപ്പിക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പം വല്ലാതെ ഇല്ല. ഇനി ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഈ കാലങ്ങൾ തമ്മിലുള്ള വിനിമയം, ദേശത്തിന്റെ അഭിമാനം, ഇത് രണ്ടും ഇതൊക്കെ ചില നേരത്ത് ഇതൊക്കെ പഠിച്ചു പോകുന്നതിന്റെ അപകടം അനുഭവിച്ച ഒരാളാണ് ഞാൻ. അറിയാതെ പറഞ്ഞു പോകും ചിലതൊക്കെ. അപ്പോ ഒരു ഒറ്റ കാര്യം ആലോചിച്ച് നോക്കൂ. ഗാന്ധിയന്മാർക്ക് ഗാന്ധി അറിഞ്ഞൂടാ. ഇപ്പോഴത്തെ പ്രശ്നം അതാ. എന്നാൽ പുതിയ കാലത്ത് ഗാന്ധി ഉണ്ട്. അതാ പുതിയ കാലത്ത് ഗാന്ധിയുടെ പേര് കേൾക്കാത്തവർ കേൾക്കേണ്ടതാണ്. മക്കളിൽ നിന്നെങ്കിലും ചോദിച്ചറിയേണ്ടതാണ്. പുതിയ ഗാന്ധിയുടെ പേര്. പുതിയ ഗാന്ധി ഉണ്ടോ? 1948 ജനുവരി മാസം 30 നമ്മൾ വെടിവെച്ചു കൊന്നില്ലേ? ആ ഗാന്ധി ഇപ്പോൾ ഉണ്ടോ? ഒരാശയത്തെയും
ഒരു സന്ദേശത്തെയും നമുക്ക് വെടിവെച്ച് കൊല്ലാനാവില്ല. പറ്റുമോ? പറ്റൂല. അത് വേർതിരിച്ചുകൊണ്ടേയിരിക്കും. പുതിയ ഗാന്ധി ഉണ്ട്, പുതിയ സാങ്കേതിക വിദ്യയിൽ ഒരു ഗാന്ധി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശ്രീധർ വെമ്പു എന്നാണ്. ശ്രീധർ വെമ്പു എവിടെയാണ്? ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്താണ്. ഞാൻ ആ നാട് കാണാൻ വേണ്ടി പോയിരുന്നു. കൊല്ലത്ത് നിന്ന് ഈ മീറ്റർ ഗേജ് തീവണ്ടിയിൽ കയറിയാൽ ചെങ്കോട്ട എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട്. മലയാളത്തിലെ കുറെ സിനിമകളിലെ പാട്ടാണ്. മനോഹരമായ ഗ്രാമമാണ്. ഇത് ആരാളെന്ന് ശ്രീധർ വെമ്പു എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ പോയി അമേരിക്കയിൽ. പഠിച്ചു കഴിഞ്ഞപ്പോൾ മുമ്പ് തീരുമാനിച്ചു അമേരിക്ക കാണാൻ പഠിക്കാനെന്ന വ്യാജേന പോയ ഒരുത്തൻ തിരിച്ചു വരും. അവർ പോകുന്നതിന് മുമ്പാണ് അവിടെ പൗരത്വം. പഠിപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു സോറി, എന്റെ നാട് എന്നെ വിളിക്കുന്നു. വന്നു, തിരിച്ചു വന്നു. അദ്ദേഹം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന്റെ ഒരു കമ്പനി, ലോകോത്തരമായ ഒരു കമ്പനി തുടങ്ങി. കമ്പനിയുടെ പേര് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലാവും. സോഹോ എന്നാണ് കമ്പനിയുടെ പേര്. ചൈനയിൽ പോയി വന്നൊരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഈയിടെ ചൈനയിലെ മുഴുവൻ മെട്രോകളിലും സോഹോ ആണ്. ഇന്ത്യൻ കമ്പനി നിറഞ്ഞു നിൽക്കുകയാണ്. അമേരിക്കയിലും അതുണ്ട്. അപ്പൊ എന്താ ഈ സോഹോ കമ്പനിയുടെ പ്രത്യേകത എന്താണ്? ഈ ശ്രീധർ വെമ്പുവാണ് സ്ഥാപിച്ചത്. അദ്ദേഹത്തിന് നിർബന്ധമുള്ള ഒരു കാര്യം, അമേരിക്കയിലല്ല ഇത് സ്ഥാപിക്കേണ്ടത്, ഇന്ത്യയിലാണ്. പക്ഷെ ഇന്ത്യയിലെ മഹാനഗരങ്ങളിലല്ല. ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്ന് വിളിക്കാവുന്ന നാടാണ് ബാംഗ്ലൂർ തുടങ്ങിയില്ല. മദ്രാസ് IITയുടെ പ്രോഡക്റ്റാണ് ഈ ശ്രീധർ. അവിടെയും തുടങ്ങിയില്ല, ചെന്നൈയിൽ തുടങ്ങിയില്ല. പകരം അദ്ദേഹത്തിന്റെ നാടായ തമിഴ്നാട്ടിലെ ഏറ്റവും മനോഹരമായ ഒരു ഗ്രാമം തേടി നടന്നു. ആ ഗ്രാമത്തിലാണ്. ഇന്നിപ്പോ ഒന്ന് പോയി നോക്കണം. വല്ലപ്പോഴും ഒക്കെ നിങ്ങൾ ഈ അടുത്തും പറ്റിയവർക്കുള്ള പ്രധാനപ്പെട്ട ഒരു വിനോദം ടൂറാണെങ്കിൽ, അല്ലെങ്കിൽ പെൻഷനേഴ്സ് സംഘ ടൂറൊക്കെ നടന്നില്ലേ, പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഇപ്പോ പോകേണ്ട ഒരു സ്ഥലമാണ് ശ്രീധർ വെമ്പുവിന്റെ സോഹോ ആസ്ഥാനം. അല്ലെങ്കിലും പോയാൽ നഷ്ടം വരില്ല. അപ്പോ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. പുതിയ കാലത്ത് എന്താ കാര്യം? ഇദ്ദേഹം പറഞ്ഞത്, ശ്രീധർ വെമ്പു പറഞ്ഞ പണി എന്താന്ന് വെച്ചാൽ ഗ്രാമങ്ങളിലാണ് വികസനം. മഹാത്മാഗാന്ധി പറഞ്ഞ കാലത്ത് നമ്മൾ എന്താ വിചാരിച്ചത്? ഗ്രാമങ്ങളിൽ വന്ന് പഞ്ചായത്ത് ഉണ്ടാക്കുക, ഗ്രാമസഭ ചേരുക. അതല്ല, സാങ്കേതിക വിദ്യ നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. ഗ്രാമങ്ങളിലായിരിക്കണം ആഗോള സാങ്കേതിക വിദ്യയുടെ ആസ്ഥാനം. ഇത് തെളിയിക്കാൻ, ഇത് പറയാൻ ഭൂമിയിൽ ഒരാളെ ഉള്ള ഒരു ഇന്ത്യക്കാരനാണ്. അത് മഹാത്മാഗാന്ധി പറഞ്ഞു വെച്ചാണ് അദ്ദേഹം പഠിച്ചു. എന്നിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം ഗ്രാമീണരായ ദരിദ്ര നാരായണന്മാരുടെ മക്കളെ കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ സ്കൂൾ പഠിപ്പിക്കുന്ന സയൻസ് അല്ല, സോഫ്റ്റ്വെയർ മേക്കിംഗ് പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ അപ്പൊ കുട്ടികൾ ചോദിച്ചു, അല്ല സാറേ ഞങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് വല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടാവോ, ഞങ്ങൾക്ക് വല്ല ജോലിയും കിട്ടും? അതേപോലെ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നിങ്ങൾ കോഴ്സ് പാസ്സായി വാ, സൗജന്യമായി എന്റെ കമ്പനി പഠിപ്പിച്ചു തരുന്ന കോഴ്സ് പാസ്സായിട്ട് വാ. എന്റെ കമ്പനിയിൽ, അദ്ദേഹത്തിന്റെ കമ്പനിയിൽ 80% പേര് എഞ്ചിനീയർമാരേ അല്ല. എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കാനുള്ള ഫീസ് കൊടുക്കാൻ പോലും ശേഷിയില്ലാത്തവരാണ്. ഞാൻ പറയുന്നത് പുതിയ വിപ്ലവങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്, ചെറിയ കാര്യമല്ല. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജം നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് കൊടുക്കുന്ന വലിയ പ്രോത്സാഹനമാണ്, ചെറിയ കാര്യമല്ല. വലിയ 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 മാറ്റമാണ് ഇന്ത്യയിൽ വരുന്നത്. ആ മാറ്റത്തിന്റെ നന്മ ഇന്ത്യക്കാർക്ക് കിട്ടണം. ആ നന്മ ഇന്ത്യയോടുള്ള കൂറായി, ദേശത്തോടുള്ള ബഹുമാനമായി തിരിച്ചു കിട്ടണമെങ്കിൽ രണ്ടും പഠിപ്പിക്കണം. നമ്മുടെ ദേശത്തിന്റെ ഒരു മഹത്വം പഠിപ്പിക്കണം, നമ്മുടെ ദേശത്തിന്റെ സംസ്കാരം അങ്ങോട്ട് കൊടുക്കണം. മറിച്ച് പുതിയ ലോകത്തിന്റെ വിജ്ഞാനം ഇങ്ങോട്ട് എടുക്കണം. അങ്ങനെ വരുമ്പോൾ മഹാത്മാഗാന്ധിയുടെ സംസ്കാരം ഉണ്ടാകുന്ന ഒരു പുതിയ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ടാകും. അതിന്റെ പേര് സോഹോ എന്നായിരിക്കും. അതിന്റെ ആസ്ഥാനം ചെങ്കോട്ടയിലാകും. നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മുടെ നരേന്ദ്രമോദിയുടെ ഒരു സ്വപ്നം, മഹാത്മാഗാന്ധിയുടെ സ്വപ്നം പോലെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് ഒരു സ്വപ്നമുണ്ട്, ഇന്ത്യയിലെ ഓരോ ഗ്രാമത്തിലും ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാകട്ടെ. ചെറിയ പ്രാർത്ഥനയല്ലത്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള വലിയൊരു സ്വപ്നമാണത്. അങ്ങനെ സംസ്കാരങ്ങൾ തമ്മിൽ കൊടുക്കാനും വാങ്ങാനും പഠിക്കാനും പഠിപ്പിക്കാനും നമുക്ക് കഴിയട്ടെ. ശിഷ്ടകാലം ആരോഗ്യപൂർണ്ണമാകട്ടെ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെ കണ്ടാലും ഇല്ലെങ്കിലും സുരക്ഷിതമായ ഒരു ജീവിതം നേരുന്നു. നന്ദി, നമസ്കാരം.